സഹോദരങ്ങളെ, ഖുർആൻ സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ മനസ്സുകളോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. മാറ്റം മനുഷ്യ മനസ്സുകളിൽ നിന്നാണ് ഉത്ഭവിക്കേണ്ടത്, തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈകല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. അവരുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പൊ ശുദ്ധി എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ഒരു വൃക്ഷത്തിന് വളം ചെയ്യുകയാണെങ്കിൽ തന്നെ, വെള്ളം ഒഴിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മുരടിലാണ്, വേരിലാണ് വളവും വെള്ളവും ഒഴിക്കേണ്ടത്. അതിന് കൊണ്ടുപോയി വളം അതിന്റെ കൊമ്പിലോ ശാഖകളിലോ പൂവിലോ കായിലോ കൊണ്ടുപോയി ഇട്ടിട്ട് കാര്യമല്ല. അതതിന് ഒരുപക്ഷെ ദോഷമാണ് ചെയ്യുക. ആ വൃക്ഷത്തിന് നന്മ ചെയ്യണമെങ്കിൽ, ഗുണം ചെയ്യണമെങ്കിൽ അവന്റെ ആ വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ വള്ളവും വളവും ചെയ്താൽ അതതിന് ഗുണമായി തീരും. എന്നതുപോലെ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്നാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ പിശാചിനെ കല്ലെറിയുമ്പോൾ ഒരു സ്ഥലത്തോ ഒരു വസ്തുവിലോ അല്ല, മനുഷ്യ മനസ്സിലാണ് പിശാച് കുടികൊള്ളുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്നോ ഇന്നലെയോ നമ്മൾ കേട്ട വായിച്ച സംഭവ വികാസങ്ങളൊന്നും സത്യത്തിൽ ഉണ്ടായിത്തീരുകയില്ല. മനസ്സിലാണ് പിശാച് കുടികൊള്ളുന്നത്. ഖുർആൻ അതാ വ്യക്തമായി പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് സൂചിപ്പിച്ചതുമാണ്. ഇവിടെ വെച്ച് തന്നെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അത് ഖുർആൻ പറഞ്ഞത് മനുഷ്യരിലാണ് ശൈത്താൻ കുടികൊള്ളുന്നത്. സൂറത്ത് യൂസഫിൽ പറഞ്ഞു, യാ ബുനയ്യ ലാ തഖ്സസ് റുഇയാക, നിന്റെ ദീൻ നീ ഉൾക്കൊള്ളരുത്. റുഇയ ദീനാണ്. നീ ഈ ദീനിനെ വിവരിച്ചു കൊടുക്കരുത്. ആർക്ക്? അലാ യഹ്വതിക, നിന്റെ സഹോദരങ്ങൾക്ക്. യകീദു ലക, അപ്പോൾ അവര് നിഷേധിക്കും. കൈത് നിഷേധാണ്. കൈതും മക്റുമൊക്കെ, തന്ത്രവും ചതിയുമൊക്കെ അള്ളാഹുവിന്റെ വചനങ്ങളുടെ നിഷേധമാണ്. അതാണ് ചതി എന്ന് പറയുമ്പോ നമ്മൾ ഈ ഭൗതികമായി ചതിക്കുന്ന ചതിയല്ല. ഖുർആൻ പറയുന്ന ചതി, കൈത് അല്ലെങ്കിൽ മക്ർ എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ ആശയങ്ങളുടെ നിഷേധമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അവർ നിന്റെ ആശയത്തെ നിഷേധിക്കും. കാരണം ഇന്ന ശൈത്താനിൽ ഇൻസാനി അദുവ്വുൻ മുബീന, കാരണം ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. മറ്റൊരു വചനത്തിൽ ഇന്നൽ കാഫിരീന ലക്കും അദുവ്വുൻ മുബീന എന്ന് മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കുഫ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഖുർആൻ വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നത്. ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വുൻ മുബീന എന്ന് സൂറത്തു നിസായിലെ 101 വചനത്തിൽ പറഞ്ഞു. കാഫിരീങ്ങളാണ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കൾ. അപ്പൊ ഇന്ന ശൈത്താനിൽ ഇൻസാനി അദുവ്വുൻ മുബീന എന്ന് പറയുമ്പോൾ ആ ശൈത്താന് ഈ മനുഷ്യനിലാണ് കുടികൊള്ളുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇദ്ദേഹത്തിന്റെ യൂസുഫിന്റെ സഹോദരങ്ങളായ ആ ആളുകളിലാണ് പിശാചുള്ളത്. അവരിലാണ് പിശാച് കുടികൊള്ളുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഇപ്പൊ നമ്മൾ തന്നെ ഒരു പ്രസംഗം കേട്ടു. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഒരു ജമാഅത്തുകാരുടെ പള്ളിയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ശക്തമായി പറയുന്നുണ്ട്, മനുഷ്യ മനസ്സുകളിലെ പിശാചിനെയാണ് എറിഞ്ഞോടിക്കേണ്ടത്, അതിനെയാണ് തച്ചോടിക്കേണ്ടത്, അതിനു നേരെയാണ് എറിയേണ്ടത്. ഏറെ കുഫറാണ്. ദൈവവചനങ്ങളുടെ നിഷേധമാണ് റജ്മ്, അല്ലാതെ കല്ലെടുത്തെറിയുക എന്ന ഏറെ വിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല. നമ്മൾ റജ്മ് എന്ന് പറയുമ്പോ, എറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുക എന്താണ്? ഒരു കല്ലെടുത്തിട്ടോ മറ്റേതെങ്കിലും വസ്തുക്കൾ എടുത്തിട്ട് എറിയുന്നതിനെയാണ്
റജ്മ് എന്ന് നമ്മളുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലായ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ ഭാഷയിൽ മനസ്സിലാക്കണം. അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഭാഷയാണ്. അത് നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരരുത്. ഇത് വ്യക്തമായി വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ സഹോദരങ്ങൾ. അള്ളാഹുവിന്റെ സംസാരത്തെ, അള്ളാഹുവിന്റെ കലാമിനെ നമ്മുടെ സംസാരവുമായി കൂട്ടിയിഴക്കരുത്, അതിലേക്ക് കൊണ്ടുവരരുത്. അപ്പൊ നമ്മൾ എറിയുക എന്ന് പറഞ്ഞാൽ കല്ലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു എടുത്ത് എറിയുന്നതിനാണ് നമ്മൾ റജ്മ് എന്ന് പറയുക. പക്ഷേ ഖുർആൻ പറയുന്ന റജ്മ് എന്ന് പറയുന്നത് ദൈവവചനങ്ങളുടെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിഷേധമാണ്. അതിനാണ് എറിയുക എന്ന് ഖുർആൻ പറയുന്ന റജ്മ്. അതാണ് ഈ യൽഹറു അലൈക്കും ഇന്നഹും ഈ യൽഹറു അലൈക്കും. ഖുർആൻ പറയാൻ സൂറത്ത് അൽ കഹ്ഫില്, തീർച്ചയായും അവരെങ്ങാനും നിങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദീനിനെ അതിജയിച്ചാൽ യർജുമൂക്കും, അവർ നിങ്ങളെ നിഷേധിക്കും. ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ മില്ലത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകും. ഇതൻ എങ്കിൽ വലൻ തുഫ്ലിഹു അബദ, എന്നാൽ അവർ ഒരിക്കലും പിന്നെ വിജയിക്കില്ല. അപ്പൊ ഈമാനിന്റെ വിപരീതമാണ്. ആരാണ് ജയിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരാണ് ജയിക്കുക. അവര് റജ്മ് ചെയ്താൽ പിന്നെ ഒരിക്കലും ജയിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ വചനങ്ങളുടെ, ആശയങ്ങളുടെ നിഷേധമാണത്. കാരണം വിജയിക്കുക എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ്. വിജയം മുഅ്മിനുകൾക്കാണ്. അള്ളാഹുവിന്റെ ആശയത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് വിജയം. ഇവര് റജ്മ് ചെയ്താൽ പിന്നീട് അവർ ജയിക്കുകയില്ല. വലം തുഫ്ലിഹു അബദൻ, ഒരിക്കലും പിന്നെ അവർ വിജയിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ ചെയ്തത് ദൈവവചനങ്ങളുടെ നിഷേധമാണ്, ദൈവവചനങ്ങളുടെ നിഷേധമാണ്. അപ്പൊ ഖുർആൻ പറയുന്ന റജ്മ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനങ്ങളുടെ നിഷേധമാണ്, അല്ലാതെ കല്ലെടുത്തെറിയലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക വസ്തുക്കൾ എടുത്ത് എറിയുന്നതിന് ഖുർആൻ ഒരു സ്ഥലത്തും റജ്മ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഖുർആനിനെ എന്തുകൊണ്ട് മനസ്സിലാക്കണം? ഖുർആനിനെ ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാം. എന്നാ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പിശാച് എവിടെ കുടികൊള്ളുന്നു എന്ന് ചോദിച്ചാൽ പിശാച് മനസ്സിലാണ്. അത് ഈ പ്രസംഗിച്ച ആള് പറയുന്നുണ്ട്, ഈ പ്രതിമയെയല്ല നിങ്ങൾ കല്ലെടുത്തെറിയേണ്ടത്, അത് ഉണ്ടാക്കിയവന്റെ മനസ്സേതോ ആ മനസ്സിലേക്കാണ് എറിയേണ്ടത്. എന്തുകൊണ്ട് എറിയണം? ദൈവവചനങ്ങളാണ് അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത്. എന്നിട്ട് ഈ പ്രതിമകൾ നിർമ്മിക്കുന്നവനാരോ അതാണ്. മറ്റത് 1000 പ്രതിമകൾ നമ്മൾ തകർത്താൽ 10,000 പ്രതിമകൾ പിന്നീട് വേറെ ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കാനുള്ള മനസ്സാണ് മാറ്റേണ്ടത്. ഈ മനസ്സിനെയാണ് പരിവർത്തിപ്പിക്കേണ്ടത്. മനസ്സിലെ വിഗ്രഹങ്ങളാണ് തച്ചുടക്കേണ്ടത്. ആ വിഗ്രഹങ്ങൾ തച്ചുടക്കപ്പെട്ടാൽ ഭൗതികമായ വിഗ്രഹങ്ങൾ താനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊള്ളും. ഇതാണ് ഖുർആൻ. മനസ്സിലാണ് ഖുർആൻ പ്രവർത്തിക്കേണ്ടത്. അത് ഖുർആൻ പറഞ്ഞു, വജാഉ അലാ ഖമീസിഹി, ഖമീസ് പിന്നെ പറയാം, അതിപ്പോ പോയ പ്രശ്നം. അവര് ഖമീസുമായി വന്നു ബിദമിൻ കദിബിൻ, കള്ളരക്തം പുരട്ടിക്കൊണ്ട്. ദമും കദിബ് എന്ന് പറഞ്ഞാൽ കുഫറിന്റെ ദീനാണത്, കുഫറിന്റെ ദീനാണ്. അല്ലാതെ കള്ളച്ചോര ഷർട്ടിൽ പുരട്ടിയിട്ട് അവർ വന്നു എന്ന് അന്നത്തെ വ്യാഖ്യാനം. ഒരു ജന്നായയുടെ രക്തം എടുത്തിട്ട് ആ കുട്ടിയുടെ യൂസുഫിന്റെ ഈ സമയത്തിൽ പുരട്ടി, അതാണ് ദമും. ദമും കദിബ് എന്ന് പറഞ്ഞാൽ തെക്ദീബിന്റെ രക്തം എന്ന് പറയുന്നത്, കളവാക്കേണ്ട ആശയം എന്ന് പറയുന്നത് നിഷേധത്തിന്റെ വചനമാണത്, നിഷേധത്തിന്റെ ദീനാണത്. കഥമ സിദുക്കുണ്ട്, സത്യത്തിന്റെ കാലുണ്ട്, അത് ഖുർആനാ. അത് നമ്മൾ ഈ കാണുന്ന, നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന കാലല്ല. അപ്പൊ ദമും സാദിക്കുണ്ട്, ദമും കാദിബുണ്ട്. നിഷേധിക്കപ്പെടേണ്ട ദീനുമുണ്ട്, സത്യപ്പെടുത്തേണ്ട, ഉൾക്കൊള്ളേണ്ട, ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ദമുമുണ്ട്. അത് ലഹമുണ്ട്, അങ്ങനെ തന്നെ മാംസവുമുണ്ട്, രണ്ടുണ്ട്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല
ലഹ്മ അഖീഹി മൈത്തൻ എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടേണ്ടത് ലഹ്മാണത്. അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ അയ്യക്കുല ഈമാൻ കൊള്ളാൻ. അഖിൽ ഈമാനാണ്, തിന്നുക എന്ന് പറയുന്നത്. ഉൾക്കൊള്ളാൻ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ ലഹ്മ അഖീഹി, തന്റെ സഹോദരന്റെ ദീന്, തന്റെ സഹോദരന്റെ ദീന് മൈത്തൻ, അത് നിഷേധമാണെങ്കിൽ, അത് നിഷേധത്തിന്റെ ദീനാണെങ്കിൽ അത് നിങ്ങൾ ആരെങ്കിലും ഉൾക്കൊള്ളാനും ഈമാൻ കൊള്ളാനും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ എന്ന് ഖുർആൻ ചോദിക്കുന്നത് അതാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, മൗത്ത് നിഷേധമാണ്, ഹയാത്ത് ഈമാനാണ്. മൗത്ത് നിഷേധമാണ്, ദൈവവചനങ്ങളുടെ നിഷേധമാണ് മൗത്ത്. മൈത്തത്ത് നിഷേധമാണ്, ഹയാത്താണ് ഈമാൻ. അന്ന് ഞങ്ങൾ വരുമ്പോ ചർച്ച ചെയ്യണം. അവരെ പേര് പറയുന്നില്ല, അവർക്ക് ഇനി ഒരു ഇടങ്ങേറ് വേണ്ട, അവരെ അങ്ങനത്തെ ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്നതാണ്. മൗത്ത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മൈത്തും മൗത്തും ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, നീ മൗത്തുകളെ കേൾപ്പിക്കില്ല. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുമിനു ബിആയാതിനാ. സൂറത്തുൽ നംൽ വളരെ വ്യക്തമാണ്. ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, കാഫിരീങ്ങളെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവവചനങ്ങളെ നിഷേധിക്കുന്നവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഇൻ തുസ്മിഉ, നീ കേൾപ്പിക്കുന്നില്ല. ഇല്ലാ മൻ യുമിനു ബിആയാതിനാ. അപ്പൊ ഈമാനിന്റെ വിപരീതാണത്. ഇത് ഏത് കുട്ടിക്കാ അറിയാത്തത്? ഞങ്ങളൊരു 1-2 മണിക്കൂർ ചർച്ച ചെയ്തപ്പോ മുമ്പരാണ്, ഇത് സിമ്പിൾ ആണല്ലോ മാഷേ ഖുർആൻ, വളരെ ലളിതമാണല്ലോ, ഇതിനെ ആരെ കൊണ്ടുപോയിട്ടാണല്ലോ ആകെ ഇടങ്ങേറാക്കിയിരുന്നത്. അപ്പൊ മൗത്ത് നിഷേധമാണ്. അതാണ് അയുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈത്തൻ. തന്റെ സഹോദരന്റെ ദീൻ നിഷേധത്തിന്റെ ദീനാണെങ്കിൽ അത് ഈമാൻ കൊള്ളാൻ നീ ആഗ്രഹിക്കുമോ? അല്ലാതെ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ ഓന്റെ ഇറച്ചി നിനക്ക് തിന്നണമെന്നല്ല. ഇത് അങ്ങനെ മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലായിക്കോട്ടെ. തർക്കത്തിനൊന്നും നമ്മളില്ല, നമ്മൾ ആരോടും വക്കാണിരിക്കാനും ഇല്ല. തർക്കത്തിന് വേണമെങ്കിൽ എടുക്കാത്തരേ നമുക്ക് പറയാനോ. എന്ന പോലെ എറിയണോര് എറിഞ്ഞോട്ടെ, പക്ഷെ ഖുർആൻ പറയേണ്ട എറിയല് മനസ്സിൽക്കാണ് എറിയേണ്ടത്. അതാണല്ലോ പറഞ്ഞത്, ദമും കദിബ് കൊണ്ടാണ് അവർ വന്നത്, അതിനെയാണ് അവർ ഈമാൻ കൊണ്ടത്. കാല വൽ സൗകര്യത്തിലേക്കും അംഫുസുക്കും. അപ്പൊ അവിടെയാണ് ശൈത്താൻ എവിടെ പണിയെടുക്കുന്നത്? സൗകര്യത്തിലേക്കും അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സിലാണ് പണിയെടുക്കുന്നത്. സൗകല കഫറ, നിഷേധിച്ച് തള്ളിയിരിക്കുന്നത്. അല്ലതി യുവസ്തിസു ഫീ സുദൂരിന്ന. സൗകര്യത്തിലേക്കും ശൈത്താനു അൻഫുസക്കും, പിശാച് പണിയെടുത്തത് അവരുടെ മനസ്സിലാണ്. അപ്പൊ എവിടെയാണ് ശുദ്ധീകരിക്കേണ്ടത്? എവിടുത്തെ മാലിന്യമാണ് നീക്കം ചെയ്യേണ്ടത്? എവിടുത്തെ അഴുക്കാണ് നീക്കം ചെയ്യേണ്ടത്? ഈ ആശയം എവിടെയാണോ കുടികൊള്ളുന്നത് അവിടെയാണ് പരിശുദ്ധമാക്കേണ്ടത്, അവിടെയാണ് ശുദ്ധീകരിക്കേണ്ടത്, അവിടെയാണ് ഉയർത്തേണ്ടത്. ഞാനിപ്പോ വന്നപ്പോ ഒരാൾ ചോദിച്ചു, അപ്പൊ ഈസയെ ഉയർത്തിയില്ലെന്ന് ചോദിച്ചു. ഉയർത്തേണ്ടതും ഈ ഈമാനിനെയാണ്. ഈ ആശയത്തെ ഉൾക്കൊള്ളലാണ് ഉയരലും ശുദ്ധീകരിക്കലും ഒക്കെ ഈ മനസ്സാണ്. അവിടെയാണ് ശുദ്ധിയാകേണ്ടത്, അവിടെയാണ് പരിശുദ്ധമാകേണ്ടത്. ഇന്നല്ലദീന ഇർതദ്ദുവല അദ്ബാരിഹിം, തങ്ങളുടെ കാലുകളിൽ പിന്തിരിഞ്ഞു പോയവർ എന്ന് പറഞ്ഞാൽ നിഷേധിച്ച ആളുകൾ. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ, മാർഗദർശനം അവർക്ക് വ്യക്തമായി മനസ്സിലായ ശേഷവും പിന്നീടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്തിരിയുക നിഷേധമാണ്. ഞാൻ നിങ്ങളിലേക്കൊന്ന് പിന്തിരിഞ്ഞു പോണില്ല, ആ പിന്തിരിയലല്ല. നിങ്ങൾ ഖുർആനെ മനസ്സിലാക്കേണ്ടത് ഖുർആനിന്റെ ഭാഷയിലാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെത്തോ, നിങ്ങൾ പറയുന്ന അഭിസംബോധന ശരിയല്ലാത്ത നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഖുർആനിനെ ഖുർആൻ കൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കച്ചവടം എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ കച്ചവടം നമുക്ക് ഓർമ്മ വരിക, പക്ഷെ ഖുർആനിലെ കച്ചവടം
ഒന്നുകിൽ ഖുർആൻ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഇതിനെ നിഷേധിക്കാം. ഇതിനെ നിഷേധിക്കുന്നത് പരാജയത്തിന്റെ കച്ചവടവും ഇതിനെ ഉൾക്കൊള്ളൽ വിജയത്തിന്റെ കച്ചവടം. ഈ രണ്ട് കച്ചവടം ഖുർആന് പരിചയമുള്ളൂ. മറ്റൊരു കച്ചവടം ഖുർആന് പരിചയമില്ല. അത് നിങ്ങൾ ചെയ്യുക. എങ്ങനെ വിജയിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ മാർഗങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അത് എങ്ങനെ ടൈമിന് തുറക്കുക, നല്ല സാധനങ്ങൾ കൊണ്ടുവെക്കുക, മിതമായ വിലക്ക് കൊടുക്കുക, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഖുർആൻ പറയുന്ന തിജാറത്ത് എന്താണ്? അല്ലതുല്ലുക്കും അലാ തിജാറത്തുൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. ഇതാണ് ഖുർആൻ പറയുന്ന കച്ചവടം. അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവന്റെ സന്ദേശങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കാം. അത് വിജയിക്കുന്ന കച്ചവടം. ആ സലാത്ത് വിട്ടിട്ട് അള്ളാന്റെ സലാത്തിനെ ഈമാൻ കൊള്ളേണ്ടതിന് പകരം അതിനെ വിട്ടു പോയ കച്ചവടം നിഷേധത്തിന്റെ കച്ചവടം. എന്താ എഴുതിയിരിക്കണെന്ന് പറഞ്ഞാല് മദീനത്തുനിന്ന് വന്നൊരു കച്ചവട സംഘത്തിനെ തെരയാൻ പോയി തരുന്ന ആ കച്ചവടത്തിനകത്ത് നിഷേധത്തിന്റെ കച്ചവടത്തിലേക്കാണ് അവർ പോയിക്കുന്നത്. അപ്പൊ നമുക്ക് സലാത്ത് എന്താണ് വളരെ വ്യക്തമായി മനസ്സിലാവും. അതാണ് സലാത്ത്. ഈ ആശയത്തെ ഉൾക്കൊള്ളേണ്ട സലാത്തിനെ വിളിക്കുക ഈമാനിന്റെ, അതാണ് ഇന്നാ സമീന മുനാദിയൻ യുനാദിയിൽ ഈമാൻ. അതാണ് ഇതാ നൂദിയൽ സലാത്ത് ഈ യൗമിൽ ജുമുഅ. ഈമാൻ ഉൾക്കൊള്ളേണ്ട ആ കാലഘട്ടത്തിൽ ആ ആശയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി അവർ വിളിച്ചാൽ അത് വിട്ട് അതിന്റെ നിഷേധത്തിലേക്കാണ് അവർ പോയത്. നബിയെ അവിടെ കായിമാക്കി എന്ന് വന്നാൽ നബിയെ ആ ഈ ആശയത്തിൽ ഈമാൻ കൊള്ളാൻ വേണ്ടി നിർത്തിയിട്ട് അവർ കുഫറിലേക്ക് പോയി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഇസ്തറവുൽ ലലാലത ബിൽ ഹുദാ. ഹുദയെ വിട്ട് അവർ ലലാലത്തിലേക്കാണ് അത് പോയത്. അതുകൊണ്ട് തന്നെ ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായില്ല. അത് പരാജയപ്പെടുന്ന കച്ചവടമാണ്. അത് പരാജയത്തിന്റെ കച്ചവടമാണ്. അപ്പൊ ദൈവികമായ മൂല്യങ്ങളെ, ദൈവികമായ തത്വസംഹിതകളെ ആര് നിഷേധിക്കുന്നുവോ അതാണ് പരാജയത്തിന്റെ കച്ചവടം. ആരത് ഉൾക്കൊണ്ട് ജീവിക്കുന്നുവോ അതാണ് വിജയത്തിന്റെ കച്ചവടം. ഈ രണ്ട് കച്ചവടേ ഖുർആന് പരിചയമുള്ളൂ. ഈ രണ്ട് കച്ചവടമേ അള്ളാഹുവിന് പരിചയമുള്ളൂ. ഇന്നല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ, ദൈവവചനങ്ങളെ നിഷേധിക്കുകയും അതിനെ കളവാക്കി കളയുകയും ചെയ്ത ആളുകൾ ആരോ ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ. അപ്പൊ നഷ്ടക്കച്ചവടം എന്താണെന്നുള്ള പറഞ്ഞു. ഇതാണ് നഷ്ടക്കച്ചവടം. അപ്പൊ ഖുർആൻ നിങ്ങള് ഒരു നാട്ടുകാരെ ഭാഷയിൽ പോയി ഞങ്ങളിൽ സംസാരിച്ചു. അപ്പൊ മൂപ്പരെന്നെ മൗലവിയാണ് എന്നോട് പറഞ്ഞ നല്ല മൗലവി, ഇപ്പൊ ഒരു ബുഖാരിയും വേണ്ട, ഒരു കിതാബും വേണ്ട, ഒന്നും വേണ്ട ഈ ഖുർആൻ മനസ്സിലാക്കാനില്ലേ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട ഇത് മനസ്സിലാക്കാൻ, ഇത് മാത്രം നിവർത്തി വെച്ച് ഖുർആൻ മനസ്സിലാക്കും. അപ്പൊ ഇതാണ് അശ്ശൈത്താനു സവ്വലലഹും, ശൈത്താനാണ്. സൂറത്ത് മുഹമ്മദ് 25. ശൈത്താൻ അവർക്ക് സവ്വല കഫറ, അവരെ നിഷേധിച്ചു. പിശാച് മന്ത്രിച്ചത് അവരുടെ മനസ്സിലാണ്. ഇനി ഈ ശൈത്താനെ എവിടെ പോയിട്ടാണ് നമ്മൾ എറിയേണ്ടത്? അവര് പറഞ്ഞു കൽബുഹും സാദിഖ്, അവര് പറഞ്ഞു 5 6, അത് കൽബൊക്കെ പിന്നെ പോട്ടെ. അവസാനം വന്ന വാക്കാണ് നമുക്ക് വേണ്ടത്. റജ്മും ബിൽ വൈബി, അത് വൈബിന്റെ നിഷേധമായിരുന്നു, ഖുർആനിന്റെ നിഷേധമായിരുന്നു. അത് വൈബ് ഖുർആനാണ്, വൈബ് ഖുർആനാണ്. അതിന് സംശയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചോണ്ട്. വൈബ് ഖുർആനാണ്. ഹാഖിലാത്തും ബിൽ വൈബി ബിമാ ഹഫിദല്ലാഹ്, ശിർക്കിൽ നിന്ന് സംരക്ഷിക്കേണ്ട വൈബ് ഖുർആനാണ്. ഹാഫിളാത്തും ബിൽ വൈബി, അവര് ചോദിക്കാണ് എന്താ നിന്റെ വൈബ് വരാത്തതെന്ന്. ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ, അതൊക്കെ ഖുർആനിൽ നിന്നുള്ള അറിയിപ്പുകളാണ്. ഫന്തളിറു, നിങ്ങൾ കാത്തിരിക്കുക. ഇന്നീ മഅക്കും മിനൽ മുൻതളിരീൻ, ഞാനും കാത്തിരിക്കുക തന്നെയാണ്. ആ വൈബിൽ നിന്നുള്ള സന്ദേശം വരാൻ, ഖുർആനിൽ നിന്നുള്ള സന്ദേശം വരാൻ ഞാനും കാത്തിരിക്കുക തന്നെയാണ്. അതേ ഇടക്കിടക്ക് വരും, അത് ഞാനും നിങ്ങളൊക്കെ കാത്തിരിക്കണം. അത് മനസ്സിൽ നിന്ന് അള്ളാഹുവിന്റെ ജ്ഞാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് വൈബ്, അതാണ് റജ്മം ബിൽ വൈബി. അവർ ഈ പറഞ്ഞതൊക്കെ വൈബിന്റെ നിഷേധമാണ്. റജ്മം ബിൽ വൈബി, ഈ പറഞ്ഞതൊക്കെ വൈബിന്റെ നിഷേധമാണ്, അതൊന്നും സത്യമല്ല. അതാണ് വൈബ്, റജ്മം ബിൽ വൈബി, അതൊക്കെ വൈബിന്റെ നിഷേധമാണ്. അപ്പൊ ഖുർആൻ പറയുന്ന റജ്മം എന്താണ്? എവിടുത്താ ഈ സമൂഹം പോണത്? എറിഞ്ഞോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും എറിഞ്ഞോട്ടെ. പക്ഷെ ഖുർആനിലില്ലാന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഖുർആൻ ഈ വിഗ്രഹങ്ങൾ ആരുണ്ടാക്കുന്നുവോ,
ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ തെറ്റായ കർമ്മങ്ങളും ആരുണ്ടാക്കി നനഞ്ഞു വിടുന്നുവോ അവരുടെ മനസ്സുകളിലേക്കാണ് ഈ ഖുർആൻ സംസാരിക്കേണ്ടത്. ആ മനസ്സിനോടാണ് സംസാരിക്കേണ്ടത്. അപ്പൊ ദമും കദിബ് എന്ന് പറഞ്ഞാൽ അതാണ്. അവർ ദമും കദിബ് കൊണ്ടുവന്നു. ഹുദ. എന്താണ് ഹുദ എന്ന് ഖുർആൻ പറഞ്ഞു? ഹുദ മാർഗദർശനം എന്നുള്ളത് ദൈവിക സന്ദേശമാണ്. അപ്പൊ ഈ സന്ദേശത്തിന്റെ നിഷേധമാണ്. അതാണ് സവ്വലഹും ശൈത്താനോ അഅമാലഹും. ശൈത്താനാണ് അവരുടെ അഅമാലുകൾ നേരാക്കി കാണിച്ചു കൊടുത്തത്. അല്ലത് യുവസ്വിസ് ഫീ സുദൂരിന്നാണ്. ഇനി ഇതിനെ എവിടെ തെരഞ്ഞിട്ടാ ഇനി നടക്കേണ്ടത്? എവിടെയാണ് ഈ ശൈത്താനെ നീ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്? അത് തിരൂര് വേണോ, മക്കത്ത് വേണോ, മദീനത്ത് വേണോ, അമേരിക്കയിൽ വേണോ? എവിടെയും വേണ്ട. ഇത് നമ്മുടെ മനസ്സിൽ തന്നെയുണ്ട് ഈ പിശാച്. മനസ്സിൽ തന്നെയുണ്ട് ഈ പിശാച്. ഈ പിശാചിനെയാണ് നമ്മൾ നേരാക്കേണ്ടത്. ഈ പിശാചിനെയാണ് നേരാക്കേണ്ടത്. എല്ലാം രണ്ടുണ്ട്. ഖുർആൻ മസാനിയാണ്. ഖുർആൻ മസാനിയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. കഥമ തിതക്കുണ്ട്. റബ്ബത്തെ അഖദാമന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞാൽ എവിടെ ഉറപ്പിച്ചു നിർത്തണത്? ദീനിലാണ് ഉറപ്പിച്ചു നിർത്തേണ്ടത്. ദീനാണ് കഥമ്. അതാണ് കഥമ തിതക്ക്. അതുപോലെ തന്നെ ദമും കെതിവുണ്ട്, ദമും മസ്ഫൂഹുണ്ട്. അള്ളാഹു വിലക്കിയ ദമും മസ്ഫൂഹും ദമും കെതിവുമാണ് വിലക്കിയത്. എടുക്കരുതെന്ന് പറഞ്ഞത് കളവിന്റെയും കുഫറിന്റെയും ആശയങ്ങളെയാണ് നിഷേധിക്കാനും തള്ളിക്കളയാനും പറഞ്ഞത്. ദമ് സാദിഖുണ്ട്, ദമും കാദിബുണ്ട് ഖുർആനിൽ. ഞാൻ പറഞ്ഞില്ലേ തിജാറത്ത് രണ്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? തിജാറത്ത് ഈമാനിന്റെ തിജാറത്തുണ്ട്, കുഫറിന്റെ തിജാറത്തുണ്ട്. ഒരു നിസാവ് രണ്ടെണ്ണുണ്ട്, നിസാവ് രണ്ടെണ്ണുണ്ട്. നല്ല ആശയമുണ്ട്, ചീത്ത ആശയമുണ്ട്. ചെറിയ തിരുത്തുകളൊക്കെ നമ്മൾ പറഞ്ഞതിൽ വരുത്തുന്നുണ്ടോ? ഇനി ഇതിൽ നിങ്ങളോട് എനിക്കൊന്നും മൂടി വന്നാല് ഇനി പറയാൻ തീരുമാനിക്കുക. വേണമെങ്കിൽ എടുത്താൽ മതി. ഇനിയിപ്പോ ഞാൻ അവസാനം തീരുമാനിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ ഞാൻ നിഷേധിച്ച് പോയാൽ എനിക്കൊരു കുഴപ്പമില്ല. ഉള്ളത് നിസാവ് എന്ന് പറഞ്ഞാൽ ദിവ്യമായ ആശയങ്ങളാണ്. അള്ളാന്റെ ദീനാണ് നിസാവ്. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. നിഷേധിക്കപ്പെടേണ്ട ആശയമുണ്ട്, സ്വീകരിക്കപ്പെടേണ്ട ആശയമുണ്ട്. രണ്ടെണ്ണുണ്ട്. ഔലാമസ്തുമു നിസാ എന്ന് പറഞ്ഞാൽ നിഷേധി. അത് നിസാഉൽ യതാമയാണ്. നിസാഉൽ യതാമയാണ് ഔലാമസ്തുമു നിസാ എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ മുമ്പ് ഒന്ന് പറഞ്ഞത് അവർ തിരുത്താണ്. ഔലാമസ്തുമു നിസാ എന്ന് പറഞ്ഞാല് നിങ്ങൾ നിഷേധിക്കപ്പെടേണ്ട ആശയങ്ങളെ ഈമാൻ കൊണ്ടാൽ. ഔലാമസ്തും ആമന്തും എന്നാണ് അർത്ഥം. നിങ്ങൾ ഉൾക്കൊണ്ടാൽ. ആരെ? അന്നിസാ എന്ന് പറഞ്ഞ അതിന്റെ തൊട്ട് മുമ്പ് പറയുന്ന ആയത്തില് യത്താമൻ നിസായിന്നാണ്. യത്തീം എന്ന് പറഞ്ഞാൽ മുഖദ്ദീബാണ്, നിഷേധിക്കുന്നവനാണ് യത്തീം. ദൈവവചനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ് യത്തീം. ദൈവവചനങ്ങളെ നിഷേധിക്കുന്നവനാണ് യത്തീം. അങ്ങനത്തെ ആശയങ്ങളെ ഒരാൾ ഈമാൻ കൊണ്ടാൽ, ഔജാഹദും മിൻകും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ നിങ്ങൾ കാഫിറായ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ, ഗായിത്ത് കാഫിറ. ഫൈലം തജിദുമാ എന്ന് പറഞ്ഞാൽ ഫൈലം തുഅ്മിനു അൽ ഖുർആനാണ്. നിങ്ങൾ ഖുർആൻ നിങ്ങൾ ഉൾക്കൊണ്ടതുമില്ലെങ്കിൽ ഫതയമ്മമു ഫൽജഉ, നിങ്ങൾ അഭയം തേടുക. ഏതിലേക്ക് നിങ്ങൾ അഭയം തേടണം? സഈദൻ തയ്യിബൻ, ഖുർആനിലേക്ക് അഭയം തേടണം. അതാണ് സഈദൻ തയ്യിബ്, ഖുർആനാണ്. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു, ഖുർആൻ പറഞ്ഞു ഇലൈഹി അല്ലാഹുവിലേക്കാണ് യസ്അദു സഈദാകുന്നത്, കയറിപ്പോകുന്നത്. അൽ കലിമു തയ്യിബു, നല്ല വചനങ്ങൾ. കലിമു തയ്യിബ് ഖുർആനാണ്. ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു വൽ അമലു സാലിഹു, അമലു സാലിഹ് ഖുർആനാണ്. അമല് ദീനാണ്. വേണമെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ എടുക്കണ്ട. ഇനി ഇത് അമല് ദീനാണ്. വേണമെങ്കിൽ എടുത്തോളി, വേണമെങ്കിൽ എടുക്കണ്ട. നോഹിനോട് പറഞ്ഞു, നോഹിനോട് മകൻ നോഹ് അള്ളാനോട് പോയി പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലി, അവൻ എന്റെ ആശയത്തെ ഉൾക്കൊണ്ടവനല്ലേ അള്ളാന്ന് ചോദിച്ചു. ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അത് സാലിഹായ ദീനല്ല. ലീ അമലി വലക്കും അഅ്മാലുക്കും എന്ന് ഖുർആൻ പറഞ്ഞു.
ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ലീ അമലി, എനിക്ക് എന്റെ അമലും, വലക്കും അഴമാലക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുമാണ് എന്ന് പറഞ്ഞാൽ എന്റെ അമല് എന്റെ ദീനനുസരിച്ചിട്ടാണ്. അതാണ് എന്റെ ദീനാണ് എന്റെ അമല്, എന്റെ ദീനാണ് എന്റെ അമല്. എന്നോടൊരാൾ ചോദിച്ചത്, എന്തിനായി കൈ, കാല്, മൂക്ക്, നാക്ക്, പള്ള, ഗുഹ്യസ്ഥാനം, മുഖം, കണ്ണ്, തല, മുടി എന്നൊക്കെ ഈ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് എന്തിനായി പറഞ്ഞതെന്ന് വെച്ചു? ഒക്കെ ഇതായി മാറാനാണ്, വേറെ ഒന്നിനുമല്ല. ഇവന്റെ ചെറുക്കടിയും ഇവന്റെ നോട്ടവും ഇവന്റെ മുഖവും ഇവന്റെ കൈയും ഇവന്റെ കാലും ഇവന്റെ ഗുഹ്യസ്ഥാനവും ഇവന്റെ എല്ലാം അല്ലാഹുവിന്റെ ദീനായി മാറുക. അതാണ് അവന്റെ ദീൻ എന്ന് പറഞ്ഞത്. കൈ എന്ന് പറയുമ്പോൾ ഈ കൈയിനെ നോക്കണ്ട, ഈ കൈയല്ല, ഈ കൈയല്ല. കാല് എന്ന് പറയുമ്പോ ഈ കാലല്ല, നടക്കുന്ന കാലല്ല. രണ്ട് കാലുമ്പോ നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. രണ്ട് ദീനാണ് അവന്, കുഫറും ഈമാനുമാണ്. അതാണ് രണ്ട് കാലുമേ മുഫർ നടത്തും. മജീവന ഈമാനാണ്, അത് ഉൾക്കൊണ്ട് ജീവിക്കലാണ്, അല്ലാതെ നമ്മള് നടക്കലല്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞാണല്ലോ. നമ്മള് വജഅൽനാലഹു നൂറൻ യംശി ബിഹി ബൈനന്നാസ്. ലുക്മാനോട് മകന് പറഞ്ഞു, ലാ തംശി ഫിൽ അർളി മറഹ, നീ ദൈവവചനങ്ങളെ നിഷേധിച്ചുകൊണ്ട്. അതാണ് അർള്. വേറെ എടുത്താൽ മതി, എനിക്കിനി പറയാനൊന്നുമില്ല. അർള് ഖുർആനാണ്. ലാ തംശി ഫിൽ അർളി മറഹ, ഈ ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് നീ ജീവിക്കരുത്. വേണമെങ്കിൽ എടുത്തോളും, വേണമെങ്കിൽ തള്ളിക്കോളും. ഇനി ഇത് സോപ്പിട്ട് പറയാൻ വയ്യ, കുറെ ഇത് സോപ്പിട്ട് പറയാം. ഞാനെന്നെ മാനസികമായി ഒരുപാട് ഇടങ്ങേറ് അനുഭവിക്കുന്നുണ്ട് ഇത് സോപ്പിട്ട് പറഞ്ഞിട്ട്. ലാ തംശിഫിൽ അർളി മറഹ, ഈ അർള് ദീനാണ്. ഈ ദീനിനെ നിഷേധിച്ചുകൊണ്ട് മോനെ നീ ജീവിക്കരുത്. ഇബാദുർ റഹ്മാനി യംശൂന അലൽ അർളി ഹൗല, ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ ദാസന്മാർ, ആ വചനങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ യംശൂന ഫിൽ അർളി, അവര് ഖുർആനിനെ ഹൗന ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുക, ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുക. അല്ലാതെ ഭൂമിക്ക് വരുത്താകാതെ മെല്ലെ നടക്കുന്നല്ല. അങ്ങനെ നടക്കുന്നു, അങ്ങനെ മനസ്സിലാക്കണോ അങ്ങനെ മനസ്സിലായിക്കോളി, കുഴപ്പമില്ല. ഞാൻ നടക്കും പോലെ ആൾക്കാർ പറയും മൂപ്പര് മെല്ലെ നടക്കുന്നു, മൂപ്പര് സംസാരം അങ്ങനെ ഒച്ചയും പതുക്കിയാണ്. ആര് അത് അങ്ങനെ നടക്കുകയാണ് എല്ലാവർക്കും. യംശൂന ഫിൽ അർളി ഹൗന എന്ന് പറഞ്ഞാൽ അവര് ഈ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവര് ജീവിക്കുക. ഹൗന് ഉൾക്കൊള്ളലാണ്, ഈമാനാണ്. അതാണ്. ഇനി വേണമെങ്കിൽ എടുക്കാം. അപ്പൊ എന്താ പറഞ്ഞത് നമ്മള്? ഖുർആനില് രണ്ട് കാലുമ നടക്കാനാണ്, കുഫറിലും ഈമാനിലുമാണ് അവരെ നടത്തം. രണ്ടാണ്. 4 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ കാഫിറാണ്. 4 നടക്കാമെന്ന അൽ കാഫിർ തമാമൻ. ഇനി അവന്റെ കാര്യം എടുക്കാനെന്നല്ല. ഒമിനുഹും യംശി അലാ ബത്നിഹി എന്ന് പറഞ്ഞ ഖുർആനിലൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. ബത്ന് ഖുർആനാണ്. ബത്ന് നമ്മുടെ ഈ കാലിന്റെ ഈ കദമിനെ തൊട്ടിട്ട് ഈ മുടി വരെയുള്ളതൊക്കെ അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അള്ളാഹുവിന്റെ ആശയങ്ങൾ. അത് പറിച്ചെടുത്താലും വേണ്ടില്ല, ബത്തനെടുത്താലും വേണ്ടില്ല, ശ്രദ്ധ വേണ്ടില്ല, കൽബെടുത്താലും വേണ്ടില്ല, ലിഹിയത്ത് താലി എടുത്താലും വേണ്ടില്ല, റെടുത്താലും വേണ്ടില്ല, കഥമെടുത്താലും വേണ്ടില്ല. അതിനാണ് തുടക്കത്തില് ഇനി വല്ലാതെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഥമ തിടുക്കിട്ടത്. സത്യത്തിന്റെ കാലം ഏതാണ്? സത്യത്തിന്റെ കാൽപാദം ഏതാണ്? ഈ മാവ് കൊണ്ട് ഖുർആനാവുന്ന മാവ് കൊണ്ട് യുദ്ധു അഖദാമക്കും, നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും എന്ന് പറയുന്ന കാല് ഏതാണ്? ദീനിലാണ് ഉറപ്പിച്ചു നിർത്തുക. അതാണ് യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി, സ്ഥിരവചനങ്ങളിലാണ് അവനെ ഉറപ്പിച്ചു നിർത്തുക. അതാണ് യുസബ്ബിത്തു അഖദാമക്കും, നിങ്ങളുടെ കദമ് ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയാണത്, ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയാണത്. അപ്പൊ അക്കദാമന, ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പറഞ്ഞാൽ, അപ്പോ സഹീലൻ തയ്യിബ് ഏതാണ്? അവിടുന്ന് നമ്മൾ പോകുന്നത്. നിങ്ങൾ അഭയം തേടി പോകണം, നിങ്ങൾ അഭയം തേടണം. ഏതിൽ അഭയം തേടണം? സഹീലൻ തയ്യിബൻ, പരിശുദ്ധമായ ഒരു വചനത്തിൽ, പരിശുദ്ധമായ ഒരു ആശയത്തിൽ നിങ്ങൾ അഭയം തേടണം. അതാണ് ത്വയ്യിബ് ഖുർആനാണ്.
തൊയ്യബ് പറഞ്ഞത് എന്തൊക്കെയുണ്ടോ ഖുർആന്. നമ്മള് അവര് പറഞ്ഞ തൊയ്യബിന് ഹബീസായതിന് നിങ്ങൾ ചിലവഴിക്കരുത്, തൊയ്യബിനെ വിട്ടിട്ട്. തൊയ്യബിനെ വിട്ട് ഹബീസായത് ചെലവഴിക്കാൻ ഈമാനാണ്. ചീത്ത ആശയങ്ങളെ അല്ല നിങ്ങൾ ചിലവഴിക്കേണ്ടത് എന്നാണ്, ചീത്ത ആശയങ്ങളെ അല്ല നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇൻഫാക്ക് ഈമാനാണ്, ഇൻഫാക്ക് ഈമാനാണ്, ദൈവവചനങ്ങളുടെ ഉൾക്കൊള്ളലാണ്, അല്ലാതെ പൈസ കൊടുക്കലല്ല. അത് നിങ്ങൾ എത്ര വേണമെങ്കിലും കൊടുത്തോളൂ, ഒരു കുഴപ്പം. അതൊന്നും ഖുർആനിന്റെ ചർച്ചയല്ല. രണ്ടുണ്ട്, ഒക്കെ രണ്ടുണ്ട്. ഇപ്പൊ മസ്ജിദ് രണ്ടുണ്ട്, നിസാവ് രണ്ട്, നിസാവും ബിറാറും ഉണ്ട്, നിസാവും തൊയ്യബും ഉണ്ട്. ഫൻകിഹൂം ആ താബലക്കും മിനൻ നിസായി എന്ന് പറഞ്ഞത് നല്ല ആശയങ്ങളാണ്. എന്നാ ഔലാമത്തും നിസാ എന്ന് പറഞ്ഞത് ചീത്ത ആശയങ്ങളാണ്. നിസാവുൽ യതാമയാണ്. വലാ തുംസിക്കൂഹുന്ന നിങ്ങൾ ഇംസാക്ക് ചെയ്യരുത്, മുറുകെ പിടിച്ച് ജീവിക്കരുത്. ഏതിനെ? ആ നിസായിലെ തെറ്റായ ആശയങ്ങളെ, ഏത് ലിറാറിന്റെ ആശയങ്ങളെ, അത് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ താഴ്ത്തതു നിങ്ങൾ ദൈവത്തിന്റെ പരിധികൾ ലംഘിച്ചു പോകും. അതാണ് ഈ എഴുത്തിതാവ്. അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കത്തക്ക രൂപത്തിൽ ലിറാറായ ആശയങ്ങളെ നിങ്ങൾ ഇംസാക്ക് ചെയ്യരുത്, മുറുകെ പിടിച്ച് ജീവിക്കരുത്. എന്താണ് പിന്നെ മുറുകെ പിടിക്കേണ്ടത്? വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി, കിതാബാണ് ഇംസാക്ക് ചെയ്യുന്നത്. ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ് വഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, ഉർവത്തുൽ വുസ്ഖയാണ് ഇസ്തിംസാക്ക് ചെയ്യേണ്ടത്, മുറുകെ പിടിക്കേണ്ടത്. അത് ഖുർആനാണ്, അത് ഖുർആനാണ്. അപ്പൊ ഞമ്മള് പറഞ്ഞു വന്നത് എവിടുന്നാണ് ചോദിച്ചാൽ, ഈ ശൈത്താനെ എറിയാൻ എവിടേക്കും പോണ്ടാന്നില്ല, അവിടുന്നാണ് പറഞ്ഞത്. അപ്പൊ ശൈത്താനും മനസ്സിലാണ്, റജമും കുഫറുമാണ്. കുഫറാനെന്ന് പറഞ്ഞപ്പോ, കറുപ്പ് കുഫറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇവര് കെട്ടിടത്തിന്റെ നിറം കറുപ്പാണ്, കെട്ടിടത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട്, അതിന്റെ നിറം കറുപ്പാണ്. അത് എന്തുകൊണ്ടെന്നാണ്? അത് കുഫറാണ്. കറുപ്പ് കുഫറിനെയാണ് സൂചിപ്പിക്കുന്നത്, ദൈവവചനങ്ങളുടെ നിഷേധമാണത്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ. ചില വീക്ഷണങ്ങൾ കറുത്തിരിക്കും, ചില ദീനുകൾ വെളുത്തിരിക്കും. വഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും, എന്നാൽ ഏതൊരാളുകളുടെ ദീൻ കാഴ്ചപ്പാടുകൾ വെളുത്തുവോ കറുത്തുവോ, അമ്മല്ലദീന സ്വദ്ദത് വുജൂഹും അകഫർതും ബഅദ ഈമാനിക്കും. അപ്പൊ മുഖം കറുക്കല് കുഫറാണ്, മുഖം കറുക്കൽ കുഫറാണ്. ഇത് കഴിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, അപ്പൊ ഈ അറബികൾക്ക് പെൺകുട്ടിയെ ജനിച്ചു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ പോലെ 100 കറുക്കലുണ്ടത്. മുഖല്ല, അവിടെയും ദീനാണ് കറുക്കുന്നത്. ഇപ്പെന്താ എഴുതിക്കണോ? മക്കത്തെ നബി വരുന്ന കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ അവരുടെ മുഖം ആകെ കറുത്ത് അവരാൾക്കാരിന്നൊക്കെ ഒഴിഞ്ഞു പോയി. നീ ഈ കുട്ടിനെ കുഴിച്ചിടണോ ആലോചിച്ച് പോകുന്നു. ഇവിടെ അതല്ല, വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പറയുന്നത് ഇവന്റെ ദീനാണ്. ഹക്കീമു വുജൂഹത്ത് എന്ന് പറഞ്ഞത് ഇഖാമത്ത് ചെയ്യേണ്ടതൊക്കെ ദീനാണ്. അഖീമുദ്ദീന, ഇഖാമത്തു സലാത്ത്, ഇഖാമത്തുദ്ദീന്, ഇഖാമത്തുൽ വജ്ഹ് ഒക്കെ ദീനാണ്. ഇനി അതിൽ തിരുത്താനൊന്നുമില്ല. അവിടെ ഈ ഉൻസ പ്രേപ്പിച്ചുകൊണ്ട പറ്റിയതാരാണ്? ഉൻസക്ക് ബലം എന്താന്ന് പറയുന്നത്? പെൺകുട്ടീന്നാക്കിയതാണ്. ഉൻസ എന്ന് പറഞ്ഞാൽ കുഫറിന്റെ ആശയങ്ങളാണ്, കുഫറിന്റെ ആശയങ്ങളാണ് ഉൻസ എന്ന് പറഞ്ഞാൽ. അതാണ്, അതുകൊണ്ടാണ് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പോഴാണ് അവരുടെ ദീന് കറക്കണത്, അപ്പോഴാണ് അവരുടെ ദീന് കറക്കണത്. ഞാൻ ചോദിച്ചു, സൂറത്ത് അന്നിസായിൽ പറയണ്ടേ, ഈ യദൂന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ
പെണ്ണുങ്ങളോടല്ലാതെ അവർ ചേർക്കണേയില്ല. ഭൂമിയിൽ പെണ്ണുങ്ങളോട് തോർന്ന ആരോട്ടില്ലേന്നു. ഇതാണ് വൈരുദ്ധ്യം. ഞാൻ ചോദിച്ചു, ഇവരുടെ അർത്ഥപ്രകാരം ഈ യദോന അവര് തോർക്കണില്ല. മിൻ ദൂനി ഈ അള്ളാഹുവിന് പുറമെ ഇല്ലായിനാഥൻ പെണ്ണുങ്ങളോടല്ലാതെ, അതല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ ഇല്ലേ ഇല്ല എന്നാണ് അർത്ഥം. എന്നാ ഞാനിങ്ങനെ ആലോചിച്ചു, ലോക ചരിത്രം ഇങ്ങനെ നോക്കിയപ്പോ പെണ്ണുങ്ങളോട് തോർക്കണ ആരോട്ടില്ലേനും. ഇന്നുണ്ടോ പെണ്ണുങ്ങളോട് തോർക്കണത്? ലോക ചരിത്രത്തിൽ പെണ്ണുങ്ങളോട് പിന്നെ അതിന്റെ ബാക്കി പറയണോ, വൈ യദോനയില്ല ശൈത്താനം മരീത, ശൈത്താനോടല്ലാതെ അവർ തോർക്കണേ ഇല്ല. ശൈത്താനെ കാക്കണേ എന്ന് പറഞ്ഞ തോർന്ന ഒരാളോട്ടില്ലേനും. എന്താ പോയി അള്ള പറയുന്നത് ഇങ്ങനെ ആലോചിച്ച. ശൈത്താനെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്ന് വരെ തോർന്നിട്ടില്ല. ശൈത്താനെ കാക്കണേ ദുആ ഈമാനാണ്. ദൈവികമായ ആശയങ്ങളുടെ ഉൾക്കൊള്ളലാണ് ദുആ. മനസ്സിലാക്കുക. അപ്പൊ യദൂന അവർ ഉൾക്കൊള്ളുന്നില്ല, ഈമാൻ കൊള്ളുന്നില്ല, അവർ ഉൾക്കൊണ്ട് ജീവിക്കുന്നില്ല. മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആശയങ്ങൾക്ക് പുറമേ ഇല്ല ഇനാഥൻ കുഫറിനെയല്ലാതെ അവര് മറ്റൊരാശയത്തെയും അവർ ഉൾക്കൊള്ളുന്നില്ല. ഇല്ല ശൈത്താനം മരീത, കാഫിറിനെയല്ലാതെ അവർ അഭയം തേടുന്നുമില്ല, കാഫിറിനോടല്ലാതെ അവർ ശരണം തേടുന്നുമില്ല. ഇതാണ് ആശയം. വേറെന്താണ്? അപ്പൊ ഈ ദക്കറ് ഉൻസാന്നാണ്, ദക്കറ് ഈമാനും ഉൻസ കുഫറുമാണ് കുഫറിന്റെ ആശയം. അതിനാണ് മനുഷ്യന് ഈ രണ്ട് അവസ്ഥയിലാണ് മനുഷ്യന്റെ രൂപഘടന. ഈ രണ്ടും ഒന്ന് നിഷേധത്തിന്റെയും ഒന്ന് ഈമാനിന്റെയും ഈ രണ്ട് അവസ്ഥയിലാണ് മനുഷ്യന്റെ മനസ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അവന്റെ ആശയം രൂപഘടന ചെയ്തിട്ടുള്ളത്. അതാണ് ഇന്ന ഫലക്കിനാക്കുന്നതിൽ അവര് പറഞ്ഞു ജഅലു അൽ മലായികതഹും ഇബാദുർ റഹ്മാനി ഇനാസ, അവര് മലക്കുകളെ പെണ്ണാക്കി. ഞാൻ ചോദിച്ചു, ആർക്കാ മലക്കുകളെ പെണ്ണാക്കാൻ പറ്റും? ദൈവത്തിന്റെ ആശയങ്ങളെ അവര് കുഫറാക്കി കളഞ്ഞു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വജഅലു അൽ മലായികത, അള്ളാഹുവിന്റെ ഉന്നതമായ ആശയങ്ങളെ അവരാരാണ്? ഇബാദുർ റഹ്മാൻ, ദൈവത്തിന്റെ വചനങ്ങളാണവ. ആ ദൈവത്തിന്റെ വചനങ്ങളായ ആ ആശയങ്ങളെ അവര് ഈനാസൻ കുഫറാക്കി കളഞ്ഞു. അതിനെ ആർക്കാ പെണ്ണാക്കാൻ പറ്റുക? നിങ്ങളൊന്ന് പറഞ്ഞാൽ ലോകത്ത് മലക്ക്, ഇവര് പറയുന്ന മലക്കിനെ പെണ്ണാക്കി രൂപം മാറ്റാൻ ആർക്കാ പറ്റുക? ഇത് എത്ര കാലായി ഈ ഏരിയക്ക് ടീം നടക്കണം? അതാ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളോട് സോപ്പിട്ട് വർത്താനല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളി, അല്ലെങ്കിൽ ഈ ഖുർആൻ മുഴുവനാണെങ്കിൽ തള്ളിപ്പോയാലും മതി. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഖുർആനില് രണ്ട് സംഗതിയാണ്. ഒന്ന് ഈമാനിന്റെ ആശയങ്ങളും ഒന്ന് കുഫറിന്റെ ആശയങ്ങളും. നിഷേധിക്കേണ്ട ആശയമുണ്ട്. ഈമാൻ തന്നെ ഇവിടെ വന്നിട്ട് ഈമാൻ എന്താന്ന് വെച്ചാൽ ഈമാൻ തന്നെ ഖുർആനാണെന്ന് പറഞ്ഞു. ഈമാൻ ഖുർആനാണോ? ഈമാനി ഫഖദ് ഹബിത അമലുഹു. ഈമാനിനെ ഒരാൾ നിഷേധിച്ചാൽ അവന്റെ അമല് പൊളിഞ്ഞു, അവന്റെ ദീന് പൊളിഞ്ഞു. അമല് ദീനാണ്. ഇപ്പോഴും മനസ്സിലായോ സംഗതി എവിടേക്കാ പോണതെന്ന്? ഏകദേശം കേട്ട് അന്തുള്ളവന് ലേശം തിരിഞ്ഞിട്ടുണ്ടാവുമ്പോ എവിടേക്കാ ഈ സംഗതി പോണത്? ഈമാൻ എന്താന്ന് ചോദിച്ചു. ഈമാൻ ഖുർആനാണ്. ഈമാനി, ഈമാനിനെ ഒരാൾ നിഷേധിച്ച് തള്ളിയാൽ നിഷേധിക്കേണ്ടത് താഗൂത്തിനെയാണ്, ശൈത്താനിനെയാണ് നിഷേധിക്കേണ്ടത്, ശൈത്താന്റെ ആശയങ്ങളെയാണ് നിഷേധിക്കേണ്ടത്. ഈമാനിനെ നിഷേധിക്കാൻ പറ്റൂല, ഖുർആനിനെ നിഷേധിക്കാൻ പറ്റൂല. ഈമാനി ഫഖദ് ഹബിത അമലുഹു, അവന്റെ ദീനന്നെ പൊളിഞ്ഞുപോയി. സത്യത്തെ നിഷേധിച്ചാൽ, ധർമ്മത്തെ നിഷേധിച്ചാൽ, ദിവ്യമായ ആശയങ്ങളെ, ദൈവികമായ മൂല്യങ്ങളെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അതാണ് ഈമാൻ. അതിനെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ദീന് പൊളിഞ്ഞു,
അതാണ് ഫഖദ് ഹബിത്ത അമലുഹു എന്ന് പറഞ്ഞ അമലുഹു, അവന്റെ ദീന് പൊളിഞ്ഞുപോയി. അപ്പൊ രണ്ട് സംഗതിയാണ് ഖുർആൻ. മൂന്നാമതൊന്നുണ്ടെങ്കിൽ ശിർക്കേ ഉള്ളൂ. അത് ഇത് തമ്മിൽ കൂട്ടി ഈമാനും കുഫറും കൂടി കൂട്ടി കലർത്തലാണ്. അതാണ് ശിർക്ക്. ഈമാനും കുഫറും കൂടി കൂട്ടി കലർത്താം, അത് ശിർക്കുമാണ്. ഒന്നുകിൽ ദൈവവചനങ്ങളെ നിഷേധിക്കുക, അല്ലെങ്കിൽ ദൈവവചനങ്ങളെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തുക. ഈ 3 പണിയെ ഖുർആനിലുള്ളൂ. അതാണ് ഖുർആൻ. മസാനിയാണ് ഖുർആൻ. അതാണ് അല്ലദീന തതവഫാഹുൽ മലായികത്തു ളാലിമി അൻഫുസഹും അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീന. ഈ 2 ഉൾക്കൊള്ളലുള്ളൂ. വഫാത്ത് ഈമാനാണ്, വഫാത്ത് ഈമാനാണ്. ഈ 2 ഉള്ളൂ. ഒന്ന് ളാലിമി അൻഫുസഹും, തന്റെ മനസ്സുകളോട് അക്രമം കാണിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ. ഒന്ന് ത്വയ്യിബീന, വിശിഷ്ടമായ അത്യുന്നതമായ നല്ല വചനങ്ങളെ, നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ. ഈ 2 വഴിയേ ഖുർആനിലുള്ളൂ. ഖുർആൻ അതാണ് മസാനിയ. 2 ഖുർആൻ, വേറൊന്നില്ല. മസ്ജിദ് 2. അത് ഞങ്ങൾ പോരുമ്പോ പറഞ്ഞു, മൗത്തും ഹയാത്തും എന്താ വലിയ മാറ്റത്, അത് ഖുർആൻ. അപ്പൊ ഹൈറും ഷർറും എന്ന് വെച്ചാൽ അത് ഖുർആൻ. ലൈലും നഹാറും എന്ന് വെച്ചാൽ അതും ഖുർആൻ. ഷംസും ഖമറും എന്ന് വെച്ചാൽ ഖുർആൻ. ഹൈറും ഷർറും ഖുർആൻ. ബറും ബഹറും ഖുർആൻ. ഞാനൊക്കെ എങ്ങനെയാണ് പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവും. ബൽദത്തും മൈത്തത്തും ഖുർആനാണ്, നിഷേധിക്കപ്പെട്ട ഖുർആനാണത്. മനസ്സിലായോ? നിഷേധിക്കപ്പെട്ട ഖുർആനാണത്. ബൽദത്തും മൈത്തത്ത്. ബലദുൽ അമീൻ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച ഖുർആനാണത്. ഈമാൻ കൊണ്ട സമൂഹം ഏതൊരാശയത്തെ ഉൾക്കൊണ്ടുവോ ആ ഉൾക്കൊണ്ട സന്ദേശമാണ് ബലദുൽ അമീൻ. മനുഷ്യന് സുരക്ഷിതത്വവും സംരക്ഷണവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അത് ആ സന്ദേശം അത് ഖുർആൻ. ഏതൊരാശയത്തെ നിഷേധിച്ച് തള്ളിയിട്ടുണ്ടോ അതും ഖുർആൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നിഷേധിച്ച് കിടക്കുകയാണ്. അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. മനുഷ്യന് ഈ ഖുർആനിനോടുള്ള നിഷേധവും അതിനോടുള്ള ഈമാനും അല്ലാഹു നിങ്ങൾക്ക് രൂപപ്പെടുത്തി തന്നിരിക്കുന്നത് എന്തിനാണ്? ലിയബ്ലുവക്കും, നിങ്ങൾ ഈമാൻ കൊള്ളാൻ വേണ്ടിയാണ്. പരീക്ഷണമല്ല, പിന്നെ കുട്ടികളെ പരീക്ഷ നടത്തലല്ല. അതെന്താണ്? നമ്മുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ ഇത് സിമ്പിളാക്കി തരികയാണ് നബിയാണ്. നിങ്ങൾക്ക് പഠിച്ചോളിന്നാണ്. നിങ്ങൾ പഠിച്ചോളി. കാല് മുതൽ തല വരെ ഏതൊക്കെ അവയവങ്ങൾ പറയുന്നുണ്ടോ അതൊക്കെ ദൈവത്തിന്റെ വചനങ്ങളാണ്, ദൈവികമായ ആശയങ്ങളാണ്. നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അത് ഒന്നുകിൽ കുഫറാണ്, അല്ലെങ്കിൽ ഈമാനാണ്. ചിരിക്കുക എന്ന് പറയുന്നത് നിഷേധമാണ്. ഞാനുങ്ങളും കാണുമ്പോൾ ചിരിക്കുന്ന ചിരിയല്ല ഖുർആന്റെ ചിരി. ആ ചിരിയല്ല ഞാൻ പറയുന്നത്. അഫമിൻ ഹാദൽ ഹദീസ് യതഅജ്ജബൂൻ, ഈ ഹദീസ് കേട്ടിട്ടാണോ അവർ അത്ഭുതപ്പെടുന്നത്? യൽഹഖൂന വലാ യബ്കൂൻ, അവര് ചിരിക്കുന്നു കരയുന്നില്ല എന്ന് പറഞ്ഞാൽ ചിരി നിഷേധവും ഈമാനുമാണ്. മനസ്സിലായോ? നമ്മൾ കുട്ടികളെ കരച്ചിലല്ല, നമ്മൾ വാപ്പ മരിച്ചാലുള്ള കരച്ചിലല്ല. ഖുർആനിലെ കരയിലും ചിരിയാണ് ഞാൻ പറയുന്നത്. ഖുർആൻ നിങ്ങൾ ഖുർആൻ കൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ഖുർആനിലെ നടത്തം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ റോട്ടിൽ കൂടി നടത്തുന്ന അർത്ഥമല്ല. അത് നേരത്തെ വിശദീകരിച്ചു. കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കച്ചവടമല്ല. ഖുർആനിലെ കച്ചവടം നിഷേധത്തിന്റെയോ ഈമാനിന്റെയോ 2 കച്ചവടമാണ്. അത് ഞാൻ പറഞ്ഞു തന്നു. പരിശ്രമിക്കുക എന്നുള്ളത് 2 ഉണ്ട്. പരിശ്രമിക്കുക എന്നുള്ളത് മലയുടെ അടിയിൽ കൂടിയുള്ള ഓട്ടല്ല. ഇത് പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ എവിടെ പോയി ഓടിയിട്ട കാര്യം? ഖുർആനിൽ സഹി 2 ഉള്ളൂ. ഒന്ന് ഈമാനിന്റെയും ഒന്ന് കുഫറിന്റെയും. ഞാൻ കഴിഞ്ഞില്ല പരിപാടി. വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിദീന, എന്റെ വചനങ്ങളെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നിഷേധമാണ്. അത് നിഷേധമാണ്. ഫസ്അഉ ഇലാ ദിക്രില്ല എന്നുള്ളത് ഈമാനുമാണ്. മനസ്സിലായോ?
നിങ്ങൾ എവിടെ ഓടിക്കോളി, ഗ്രൗണ്ടിൽ കൂടി ഓടിക്കോളി, അത് വിട്ട ചർച്ചയല്ല. മലയുടെ ഇടയിൽ കൂടി ഓടിക്കോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖുർആനിൽ പറഞ്ഞ ഓട്ടം തന്നെ, ഖുർആനിൽ പറഞ്ഞ ഓട്ടം അതല്ല. ഇനി ഉറക്കം അതാണോ? നമ്മൾ രാത്രി ഉറങ്ങലാണോ? അല്ല. നമ്മുടെ സ്വപ്നം രാത്രി നമ്മൾ പുറപ്പെട്ട് കാണുന്ന സ്വപ്നമാണോ? അല്ല. നിരാശ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വസ്തു കിട്ടാത്തതിന്റെ നിരാശയാണോ ഖുർആൻ പറയുന്ന നിരാശ? ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരാം. നിരാശ എന്ന് പറയുന്നത് നിഷേധമാണ്. യൈസൂമിൽ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ നിരാശരായ ആളുകൾ ഉലൈക യക്ഫുറൂന ബിഹി, അവർ ഇതിനെ നിഷേധിച്ചവരാണ്. അപ്പൊ നിരാശ കുഫറാണ്. ഇതാരാ പറഞ്ഞത്? ഞാനല്ല, ഖുർആൻ. നിരാശ കുഫറാണെന്ന് ഖുർആൻ പറഞ്ഞു. ഞാനാണോ പറഞ്ഞത്? ബുഖാരിയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഡിക്ഷണറിയാണോ പറഞ്ഞത്? അല്ല. കാഫിരീങ്ങൾ നിരാശരായതുപോലെ അവർ നിരാശരായി. അപ്പൊ നിരാശ എന്താണ്? കുഫറാണ്. ഈ റഹബത്ത്, ആഗ്രഹം എന്താണ്? രണ്ടുണ്ട്. ആഗ്രഹം രണ്ടുണ്ട്. റഹിബ എന്ന് പറഞ്ഞാൽ ആഗ്രഹിത്തൂന്നാണ്. ആഗ്രഹം രണ്ടുണ്ട്. എനിക്കൊരു മൊബൈൽ കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹമാണോ? അല്ല. എനിക്കൊരു പെണ്ണുങ്ങളെ കിട്ടിയെങ്കിൽ എന്നുള്ള ആഗ്രഹമാണോ? അല്ല. നിഷേധവുമുണ്ട്, ഈമാനുണ്ട്. രണ്ടാഗ്രഹമുണ്ട് ഖുർആനിൽ. അതെന്താണ്? ഇബ്രാഹിം എന്ന് ഇബ്രാഹിമിനോട് വാപ്പ ചോദിച്ചത് നിഷേധമാണ്. നീ ഞങ്ങളുടെ ദൈവത്തെയാണോ, ഞങ്ങളുടെ ഇലാഹുകളെയാണോ നീ നിഷേധിക്കുന്നത് എന്നാണ് അവിടെ റഹിബ അൻ എന്നാണ്. റഹിബയ്ക്ക് ശേഷം ഐനും നൂനുമാണ്. എന്നാ ഇന്നായില്ല റബ്ബിനാല റാഹിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് റാഹിബീങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. മനസ്സിലായോ? റഹിബ രണ്ടെണ്ണം, ആഗ്രഹം രണ്ടെണ്ണം. മറക്കല് കുഫറാണ്. ഞാനിപ്പോ എന്റെ കണ്ണടോടെ മറന്നേറ്റ് പോകലല്ല ഖുർആൻ പറയുന്ന മറക്കല്. എന്റെ ബാഗുകൂടെ മറന്നേറ്റ് പോകലല്ല ഖുർആൻ പറയുന്ന മറക്കല്. ഖുർആൻ മറന്നു എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ് അർത്ഥം. അപ്പത്തേക്ക് ആയാത്തുനീത്തഹ, നിനക്ക് എന്റെ വചനങ്ങൾ വന്നു, നീ അത് മറന്നു. അപ്പത്തേക്ക് ആയാത്തുനീത്തഹ, നിനക്ക് എന്റെ വചനങ്ങൾ വന്നു, നീ അത് മറന്നു. അപ്പൊ മറവി എന്താണ്? ദൈവവചനങ്ങളുടെ ദിവ്യ വചനങ്ങളുടെ നിഷേധമാണ്. അപ്പൊ മൂസ മറന്നേറ്റത് എന്താണ്? അത് എളുപ്പമായി, ഇനി ഞാൻ പറയണ്ട. മൂസ മറന്നേറ്റത് എന്താണ്? ഒമാ അൻസാനീഹി ഇല്ല ശൈത്താൻ, ശൈത്താൻ മറപ്പിക്കണത് എന്താണെന്നും കൂടി ആലോചിച്ചാൽ കഴിഞ്ഞു. ആ ഹൂത്ത് എന്താണ്? ദീനാണ്. ദീനിനെയാണ് മറന്നത്. അതാ ഞാൻ പറഞ്ഞത്. കന്നഡ മറന്നേക്കലോ, ബുക്ക് മറന്നേക്കലോ, മൊബൈൽ മറന്നേക്കലോ, മീന് മറന്നേക്കലോ, ചായ മറന്നേക്കലോ, വാച്ച് മറന്നേക്കലോ ഖുർആന്റെ മറക്കലല്ല. ഖുർആന്റെ മറവി എന്ന് പറഞ്ഞാൽ ദീനിന്റെ നിഷേധമാണ്. ദീനിനെ നിഷേധിച്ചു. എപ്പോൾ? അദ്ദേഹം സഫറിലായി. സഫർ കുഫറാണ്. മൂപ്പര് കുറച്ച് സഫറായി. ദീനിന്ന് പുറത്ത് പോയി. മൂപ്പര് യാത്ര പോയി. ദീനിന്ന് യാത്ര പോയി. സഫർ കുഫറാണ്. ഇതിങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് ഖുർആനിന്റെ നിങ്ങൾക്ക് മൊയ്ജമ് തന്നിക്കണം. മൊയ്ജമുൽ ഫിഹ്റസ് ഇപ്പൊ തന്നു കഴിഞ്ഞു. നിങ്ങളാണ് പഠിച്ചോളി. ഇതനുസരിച്ച് ഇത് വെച്ചിട്ടാണ് പഠിക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ. ഒരു 10 ദിവസം കൊണ്ട് പഠിക്കേണ്ട സാധനം ഖുർആൻ. മൂസ സഫറിലായി. മൂസ ഖുർആനിന്ന് യാത്ര പോയി. ഈ യാത്ര പോയപ്പോഴാണ് അദ്ദേഹം ഈ ഖുർആൻ മറന്നു വെച്ചത്. അതാണ് ഒമാ അൻസാനീഹി, അദ്ദേഹത്തെ മറപ്പിച്ചിട്ടില്ല. ഇല്ല ശൈത്താന്, ശൈത്താനല്ലാതെ മറപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിശാച് മറപ്പിക്കുന്നത് ദീനാണ്, മൂല്യങ്ങളാണ്. അള്ളാഹുവിന്റെ ദീനിനെയാണ് അവൻ മറപ്പിക്കുക. മൊബൈൽ മറപ്പിക്കണതോ, വാച്ച് മറപ്പിക്കണതോ, മീൻ മറപ്പിക്കണതോ, ചോറുണ്ണാൻ മറക്കണതോ, ചായ കുടിക്കാൻ മറക്കണതോ അതൊന്നും ശൈത്താന്റെ പണിയല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കർമ്മങ്ങളൊക്കെ രണ്ടിലേതെങ്കിലും ഒന്നാണ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ കടത്തമായാലും നിരുത്തമായാലും, നിരുത്തങ്ങൾ പറഞ്ഞില്ലേ, നിരുത്തം കുഫ്ര. ഖിലാഫ റസൂലില്ല, ഈ റസൂലിന്റെ പിറകിൽ അവർ ഇരുന്നു എന്ന് പറഞ്ഞാൽ
ഇതിനെ വിട്ടു എന്നാണ് അതിന്റെ അർത്ഥം, നിഷേധിച്ചു എന്നാണ് അർത്ഥം. ഖിയാമ് ഈമാനാണ്. കാമ യഖൂമു ഖിയാമു അഖിം ഖവ്വാമൂന ഏതുണ്ടോ ഈമാനാണ്. ഖിയാമും കാമയും കാമയുടെ മുസ്തഖാത്തുകൾ ഏതൊക്കെയുണ്ടോ, അതിൽ മുൻകൂലമായ പദങ്ങൾ ഏതൊക്കെയുണ്ടോ, അതൊക്കെ ദൈവികമായ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കലാണ്. ആണെങ്കിൽ നിഷേധമാണ്, ഗുരുത്വം നിഷേധമാണ്. ആ കവായത് നിഷേധിക്കപ്പെട്ട വചനങ്ങൾ അതാണ് ഉയർത്തിക്കൊണ്ട്, അതാണ് നിഷേധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ഖവായിദു മിനൻ നിസാഇല്ലത്തി ലാ യർജൂന നികാഹൻ ലാ യുഅ്മിനൂന ദീനൻ എന്നർത്ഥം. റജായ് ഈമാനും ലാ യർജൂന കുഫ്റുമാണ്. റജായ് നമ്മൾ ആഗ്രഹിക്കാന്ന് പറയില്ലേ, വൈദാത്തുലാലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ ഖാലല്ലദീന ലാ യർജൂന നികാഹൻ യഅതി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽഹു. അതാണ് ലായർജൂന. അതുപോലെ ലായർജൂന നിക്കാഹ് എന്ന ദീൻ ഉൾക്കൊള്ളാത്ത ആളുകൾ, ദീനിനെ ഈമാൻ കൊള്ളാത്തവർ, അത്തരം ആശയങ്ങളാണത്. അതാണ് വൽ ഖവായിദു മിനൻ നിസാഇല്ലാത്തി ലായർജൂന നിക്കാഹൻ. അതാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പറഞ്ഞു, നമ്മുടെ പ്രവർത്തനങ്ങൾ പറഞ്ഞു, ബാക്കി ഒരുപാട് നിരവധി അനവധി കാര്യങ്ങൾ പറയാം. അപ്പോ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും, കരച്ചിലെടുത്താലും ആഗ്രഹം എടുത്താലും നിരാശ എടുത്താലും നടത്തെടുത്താലും ഇരുത്താലും കടത്തമിരുത്താലും യാത്ര എടുത്താലും റുക്കൂബ് വണ്ടി കയറലെടുത്താലും വാഹനത്തിൽ കയറലി ഈമാനാണ്. ലബർക്കബുന്ന സബക്കൻ അൻ സബക് റുക്കൂബ് ഈമാൻ പരിചാലൻ അവർക്ക് പറഞ്ഞു. നോഹിനോട് പറഞ്ഞു, മകനോട് പറഞ്ഞു, ഇർക്കപ്പമാന വലാത്തക്കും മിനൽ കാഫിരി, മോനെ ഈ വണ്ടി കയറിക്കോന്നല്ല, ഇത് ഈമാൻ കൊണ്ടോന്നാണ്, അല്ലാതെ മാപ്പിളാരി യാത്ര ചെയ്യുന്ന ബസ്സിൽ കയറിക്കോന്നല്ല, കാർബിനികൾ യാത്ര ചെയ്യുന്ന കപ്പലിൽ കയറേണ്ട മോനേനല്ല. അങ്ങനെ എടുത്തോട്ടെ, നമ്മൾ തല്ലൂടാനൊന്നും പോകണ്ടത്. ആ കപ്പലിൽ നിന്ന് കാഫിരികളാണ് ആ കപ്പലിൽ, അതുകൊണ്ട് അപകടത്തി ഇതിലേക്ക് കയറിക്കോന്നല്ല. അതല്ല, ഇർക്കവും മയനാന്ന് പറഞ്ഞാൽ ഈ ഈമാനിലേക്ക് കയറിക്കോന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഉറപ്പല്ല. വലാത്തക്കും മിനൽ കാഫിരീന്ന പിന്നെ പറയുന്നത് ആർക്കാ മനസ്സിലാകാൻ പ്രയാസം? ഇർക്കവും മയന വലാത്തക്കും മിനൽ കാഫിരീൻ. മൂപ്പര് ഇന്നഹു വയറു അമലും വയറു സാലിഹാൻ. ആ മകന്, ആ മകൻ തന്നെയാണ് ഇബ്രാഹിമിന്റെ മകനും. അതന്നെയാണ് ഈമാനിലേക്ക് എത്തിയിട്ടില്ലേ. അതാണ് ഫലമ്മ ബലഹമാഹു സായ ഈമാനിലേക്ക് എത്താണ്. അപ്പോ സഹി രണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, സഹി രണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. അപ്പോഴാ ആ കുട്ടി സഹയിലേക്ക് എത്തുന്നേ ഉള്ളൂ. ബുലൂഗാകാനല്ല. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ബുലൂഗാകാന്ന് പറഞ്ഞാല് ദീനിലേക്ക് എത്താന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ മറ്റേ പെണ്ണെത്താവാനാകാനല്ല. ഇവരിപ്പോ ആ ചെറുക്കം ബുലൂഗായിക്കണം, ഇങ്ങനെ പെണ്ണിട്ടിട്ടുണ്ട്. ആ ബുലൂഗ് ഖുർആന്റെ ബുലൂഗല്ല, അത് നാട്ടിലെ ബുലൂഗാണ്. പക്ഷെ ഖുർആന്റെ ബുലൂഗ് എന്നാണോ ഈമാനിലേക്ക് ദീനിന്റെ ഫലം. ഞങ്ങൾക്ക് സൗകര്യമില്ലാതെ എടുക്കണ്ട, പക്ഷെ എനിക്കത് പറയാതിരിക്കാന് ബുലൂഗ് അതാണ്. എവിടെ പറ്റുന്നുണ്ടോ അതിൽ റിസാലാത്തി റബ്ബിഹിം വൈദാ ബലഗൽ അത്ഫാലു അൽ ഹുൽമ. ബാലന്മാർ വിവേകത്തിലെത്തിയാൽ എന്നാണ്, ഖുർആനിലെത്തിയാൽ. ആള് ബാലന്മാരാണ്, ശിശുക്കളാണ്, ആശയപരമായാണ് ശിശുക്കള്. വൈദാ ബലഗ അശുദ്ധഹു ബലഗ അർബഈന സനത്തൻ എന്ന ഖുർആനിലെത്തലാണ്. ബലഗൽ ഹദിയ മഹില്ലഹു, ഹിദായത്തിലെത്തിയാൽ. വൈദാ ബലഗൽ ഹദിയു മഹില്ലഹു ഹദിയം ബി ബാലിഗിൽ കഅബത്തി അബ്ലിഗു റിസാലാത്തി റബ്ബിഹിം ഇന്നമാ അലാ റസൂലിനാ ഇല്ലൽ ബലാഗ്. അതാണ് ബലാഗ്. അപ്പൊ അതാണ് ഇതെനിക്ക് ഈ മകൻ തന്നെയാണ് ഇബ്രാഹിമിന്റെ മകനും. നിഷേധത്തിന്റെ ആശയമാണ് അവിടെ നിഷേധിച്ച് തള്ളുന്നത്. നിഷേധത്തിന്റെ ആശയമാണത് ആ മകന്റേത്.
അല്ലാതെ അവന്റെ ശരീരം പിന്നെ അറുത്തതല്ല. ആ മകൻ ഇതുവരെ നിഷേധത്തിലായിരുന്നു. ആ നിഷേധത്തിന്റെ ആശയത്തെ മകനെ നിഷേധിച്ച് അതിനെ നീ വ്യവഹിച്ച് ചെയ്യണം, നിഷേധിച്ച് തള്ളണം, എടുക്കരുത്. അത് എന്താ എന്റെ അഭിപ്രായം എന്നാണ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് ഫലമ്മ അസ്ലമ എന്ന് പറഞ്ഞു. അവര് രണ്ടുപേരും മുസ്ലിമായപ്പോൾ, അപ്പൊ അതുവരെ ആയിട്ടില്ലേ? ഞാൻ തന്നെ ഇതപ്പ ആരോടാ നീ പറയണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇബ്രാഹിമിനോടായി പറയുന്നത്. അൻതഹിറ ബൈത്തിയ, ആരോടാ പറയുന്നത്? തഹൂറാക്കി എന്നുള്ള ദീൻ എന്നാണ് പറയുന്നത്. എന്റെ ദീൻ പരിശുദ്ധമാക്കി, ശിർക്കില്ലെന്ന്. എന്നോട് നിങ്ങളോടല്ല പറയുന്നത്, ഇബ്രാഹിമിനോട് ഇസ്മായിലിനോടാ പറയുന്നത്. എന്താ നിങ്ങൾ പറയുന്നത്? എവിടെ എത്തിക്കുന്നത്? ഫലമ്മ അസ്ലമ എന്ന് ചോദിച്ചപ്പോഴാണ്. അപ്പൊ അതുവരെ എത്തിയിട്ടില്ല. ഫലമ്മ അസ്ലമ വത്തല്ലഹു ലിൽ ജബീൻ, അവരുടെ ദീൻ ഒരു ചെറിയ തിരുത്തുണ്ടാവുന്നത്. ജബീൻ എന്ന് പറഞ്ഞ ദീനാണ്. അവരവരുടെ ദീനിന് കീഴൊതുങ്ങിയപ്പോൾ, ജബീൻ ഞാൻ പറഞ്ഞ ഈ കാലിന്റെ താഴെ മുതൽ തലയുടെയും മുടി വരെയുള്ളതൊക്കെ ദീനാണ്. അവര് ജബീൻ കീഴൊതുങ്ങിയപ്പോൾ, അതാണ് ദിബുഹന്നീമാണ്. മഹത്തായ നിഷേധം ഖുർആനാണ്. അത് ഞാൻ പറഞ്ഞ കസമിന് അളീമ് ഖുർആനാണ്, ഖുർആനിന് അളീമ് ഖുർആനാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരുപാട് അളീമുണ്ട്, ഒക്കെ ഖുർആനാണ്. എല്ലാ പൈശാചികമായ ആശയങ്ങളെയും മുഴുവൻ തന്റെ മനസ്സിൽ നിന്ന് പിഴുത് നിഷേധിച്ചു തള്ളുക എന്ന മഹത്തായ നിഷേധം ഖുർആനാണ്. ദൈവികേതര ആശയങ്ങളെ മുഴുവൻ നിഷേധിച്ചു തള്ളുക, പരിശുദ്ധമായ ദിവ്യമായ വചനങ്ങളെ മാത്രം ഉൾക്കൊള്ളുക. അത് ഞാൻ അദ്ദേഹത്തിന് ഫദൈനാഹു സത്യമാക്കി കൊടുത്തു. അതാണ് ദിദിയ, സത്യമാക്കി കൊടുത്തു. സത്തക്കനാഹു എന്നർത്ഥം. ഞാൻ അദ്ദേഹത്തിന് അത് സത്യമാക്കി കൊടുത്തു. ഇതാണ് ഇബ്രാഹിമെ പരമമായ ശരിയുള്ളത്, ഇതാണെന്ന് ഞാൻ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്തു. എല്ലാം തള്ളി. അതാണ് ഇബ്രാഹിമിന്റെ മകനും നൂഹിന്റെ മകനും ഒരേ റൂട്ടിലാ പോണത്. പക്ഷേ ഇബ്രാഹിമിന്റെ മകൻ തിരിച്ചു വന്നു, നൂഹിന്റെ മകൻ തിരിച്ചു വന്നില്ല. ഇതാണ് രണ്ടും. അപ്പൊ നമ്മള് ഒരാശയം പറയുമ്പോ, ഒരു വ്യക്തിയെ പറയുമ്പോ, ആ വ്യക്തിയുടെ ഭൗതികമായ ശരീരത്തെയല്ല ഉദ്ദേശിക്കുന്നത്. അയാൾ ഏതൊരു ആശയത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, ആ ആശയത്തെ അവരാണ് ഖുർആനിന്റെ സംസാരം. ഇതിലും വലിയ ഒരു തത്വസംഹിത ഇനി ഏതാണ്ടൊക്കെ പറയാനുള്ള വെച്ചോളി മുന്നിൽ. ലോകത്ത് ഒരു മനുഷ്യനെയും അവന്റെ ശരീരം എന്നുള്ള നിലക്ക് അവനെ വിമർശിക്കുകയോ കാണുകയോ ചെയ്യരുത്. അവൻ ഏതൊരു തത്വസംഹിതയെയാണോ ഉൾക്കൊള്ളുന്നത്, ആ തത്വസംഹിതയോടാണ് നമ്മുടെ സംവാദം. ഇനി പകരം വെക്കാനുണ്ടെങ്കിൽ ഒന്ന് വെക്കില്ല. ഇതിന് പകരം വെക്കാൻ പറ്റുന്ന ഒന്നുണ്ടെങ്കിൽ വെക്കി. ലോകത്ത് മനുഷ്യരുടെ അവന്റെ ചെവിയോ കണ്ണോ മൂക്കോ നാക്കോ അവന്റെ നടത്തോ ഖുർആനിന്റെ ചർച്ചയല്ല. ആർക്കാ പറയാൻ കഴിയത്? ഇവിടെ വയല് കേൾക്കുന്നതൊക്കെ അയാളിങ്ങനെ, ഇയാളിങ്ങനെ, അയാളെ താടിങ്ങനെ, അയാളെ മൂക്കിങ്ങനെ, അയാളെ തൊപ്പിങ്ങനെ, അയാളെ കാലിങ്ങനെ, അയാളെ മൂക്കിങ്ങനെ, ഇതല്ല ഖുർആൻ. അയാളുടെ തത്വശാസ്ത്രം എന്തോ ആ തത്വശാസ്ത്രത്തോടാണ് ഖുർആനിന്റെ സംസാരം. അതാണല്ലോ മൂസ പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറത്തൻ ഖാലൂ അതത്തഖിദുനാ ഹുസുവൻ. ഒക്കെ നിങ്ങള്, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചത് അവരുടെ ദീനിനെയാണ്. കാരണം ദീനിനെയാണ് പരിഹാസമാക്കുക. ഖുർആനിൽ പരിഹാസം എന്നുള്ളത് നിഷേധമാണ്. ഞാൻ ഒരാളെ എന്തെങ്കിലും കളിയാക്കിച്ചിരിക്കലല്ല. ഖുർആനിൽ ഹുസുബ്, ലഹുവ്, ഹുസുബ് എന്ന് പറയുന്നത് നിഷേധമാണ്. ദീനിനെയാണ് ഹുസുവാക്കുന്നത്, ദീനിനെയാണ് ലഹുവാക്കുന്നത്, ദീനിനെയാണ് ലഹുവാക്കുന്നത്. ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളിയല്ല, അതല്ല ലഹബ്. ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളിയല്ല, ഗ്രൗണ്ടിലെ ടെന്നീസ് കളിയല്ല ഖുർആനിലെ ലഹബ്.
ഇന്നമൽ ഹയാത്തത്തുനിയ ലഅബും വലഹുവൻ. ഹയാത്തത്തുനിയ അപ്പാടെ വെക്കുകയാണ്. അത് പിന്നെ പറയാം, സമയമില്ലാത്തതുകൊണ്ടാണ്. നീ പിന്നെ പറയാനാണ് പറയാനായി. നീ വേണമെങ്കിൽ എടുത്താൽ മതി, ഞാൻ അത് ഹയാത്തത്തുനിയ പറയുമെന്നാണ്. ഹയാത്തത്തുനിയ ലഅബും ലഹുവുമാണ്. എന്നിട്ട് പറയണം അവര് വൈൻ തത്തക്കൂ വതൂമിനു. ലഅബും ലഹുവും ഒഴിവാക്കി അവര് തത്തക്കൂ വതൂമിനു. അപ്പൊ എന്താ ലഅബും ലഹുവും? ഈമാനിന്റെ വിപരീതം കുഫർ. അപ്പൊ ഈമാനിന്റെ വിപരീതാണത്. ഇത്തഹദു ആയാതി വറുസുലി ഹുസുവൻ വലഇബ. അവര് എന്റെ വചനങ്ങളെയും എന്റെ ദൂതന്മാരെയുമാണ് അവര് ഹുസുവാക്കിയത്, തമാശയാക്കിയത് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ നിഷേധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തഹദു ആയാതി വറുസുലി ഹുസുവാന. എന്റെ വചനങ്ങളെയും എന്റെ ആശയങ്ങളെയുമാണ് അവർ ഹുസുവാക്കിയത്. അതാണ് ലഅബും വഹുസുവും. അപ്പൊ മനസ്സിലായോ? നമ്മുടെ ഗ്രൗണ്ടിൽ പോയി ഒരാള് ഫുട്ബോൾ കളിച്ച അത് ഖുർആനിലെ ലഅബല്ല, അത് മൂപ്പര് കളിച്ചോട്ടപ്പാ. പക്ഷെ ഖുർആനിലെ ലഅബ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ നിഷേധമാണ്. ദീനിന്റെ നിഷേധമാണ്, അള്ളാഹുവിന്റെ വചനങ്ങളുടെ നിഷേധമാണ് ഖുർആനിൽ പറയുന്ന ലഅബും ലഹുവും ഹുസുവും. അല്ലദീന ഇത്തഖദു ദീനഹും ലഅബൻ വഹുസുവ. ദീനിനെയാണ് അവര് ഇത്തഖദു സ്വീകരിച്ചത് ലഅബൻ വഹുസുവ. അപ്പൊ ഏതാണ് ലഅബ്? ഇത്തഖദു അൽ ഖുറത്തൽ ഖദമ ലഅബൻ വഹുസുവ എന്നല്ല. ഫുട്ബോളിനെ അവരെ കളിയാക്കിയതല്ല. ഇത്തഖദു ഖുറത്തൽ ഹവായി ലഅബൻ അല്ല. ഇത്തഖദു അൽ ക്രിക്കറ്റ് ലഅബൻ വഹുസുവ എന്നല്ല. ക്രിക്കറ്റിനെ അവര് കളിയാക്കിയതല്ല. ഇത്തഖദു ദീനഹും എന്നാണ്, ദീനിനെയാണ്. അപ്പൊ ഇങ്ങക്ക് ഏകദേശം ഖുർആൻ ഏകദേശം ബേസ് ഏകദേശം ആയിട്ടുണ്ടാവുന്നുണ്ട്. ഇതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ നിങ്ങൾ ഒരു ബുക്കും തെരഞ്ഞു പോകണ്ട, ഒരു ബുഖാരിയുടെ കിതാബും തെരഞ്ഞു പോകണ്ട, ഒരു ആലിമിന്റെ തഫ്സീറും തെരഞ്ഞു പോകണ്ട. ആദിയുടെ തഫ്സീറിൽ എന്താണ്, ഖുർത്തുബിയുടെ തഫ്സീറിൽ എന്താണ്, ദമസ്കിന്റെ തഫ്സീറിൽ എന്താണ്, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ എന്താണ്, ഒന്നും തെരഞ്ഞുകൊള്ളണം. ഇത് പറഞ്ഞു തരുമോ എന്താണ്? ഇനി ശൈത്താനങ്ങൾ എവിടെ തരേണ്ടത്? പറഞ്ഞല്ല ഞാൻ. ശൈത്താനങ്ങളെ മനസ്സിൽ തെരഞ്ഞോളുന്നു, മനസ്സിൽ തെരയാനാ പറഞ്ഞത്. ശൈത്താൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. ഇൻസിലും ജിന്നിലുമാണ് ശൈത്താൻ. ഇതാരാ? ഞാനാ പറഞ്ഞത്? ഇത് ഞാനല്ലല്ലോ പറഞ്ഞത്. ഇനി ശൈത്താനങ്ങൾ എവിടെ പോയിട്ടാ എറിയേണ്ടത്? എവിടെ പോയിട്ടാ? ഇതാണ് ഞാൻ പറഞ്ഞ അള്ളാന്റെ ദീനിനെ തള്ളിക്കളഞ്ഞ അങ്ങനെ ചെയ്തോട്ടെ, പാവം, കുഴപ്പമൊന്നുമില്ല. റജും എന്താണ് ഞാൻ പറഞ്ഞത്? ഏറെന്താണ്? നിഷേധാണ്, നിഷേധമാണ് റജുമ്, കുഫറാണ്. ഇത് ഞാൻ ആദ്യം ഓതി വെച്ചായത് വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദ്. അപ്പൊ ഇനി എവിടെ വഹി എവിടെ കൊടുക്ക? വഹി എവിടെ കൊടുക്ക? മനസ്സിലിക്കല്ലേ? വഹി മനസ്സിലിക്കല്ലേ? ഈ ഖുർആൻ എവിടേക്കാ കൊടുത്തിരിക്കുന്നത്? നസ്സലഹു അലാ ഖൽബിക. അപ്പൊ വഹി എവിടെയാണ്? അപ്പൊ ശൈത്താനങ്ങൾ എവിടെ തിരയണം? നിങ്ങൾ നാട്ടിൽ കൂടി തിരഞ്ഞാണെന്നോട് എനിക്കെന്താ? അള്ളാഹ്ക്കണ്ട, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എറിഞ്ഞോളി, ഒരു കുഴപ്പമില്ല. പക്ഷേ റജം എന്താണ്? നിഷേധമാണ്. എന്തിന്റെ നിഷേധമാണ്? ദൈവവചനങ്ങളുടെ നിഷേധമാണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റജം എന്താണ്? നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് ഉത്തരം ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന റജം എന്താണ്? അതെന്താ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ അപ്പൊ അതാണ് വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ. ഓരോ ദൈവദൂതനും നാം നിശ്ചയിച്ചിട്ടുണ്ട് അദുവൻ, ഒരു ശത്രു ഉണ്ടായിരിക്കും. ആ ശത്രു ആരാ? ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. ഇൻസിലെയും ജിന്നിലെയും നിഷേധികളായ ആളുകൾ. ശൈത്താൻ നിഷേധിയാണ്, കാഫിറാണ് ശൈത്താൻ.
ഷയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി, അവര് വഹി കൊടുത്തുകൊണ്ടിരിക്കും. ബഅ്ളുഹും, അവരിൽ ചില ആളുകൾ, ഇലാ ബഅ്ലിൻ, മറ്റു ചിലരിലേക്ക്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലാന്ന് എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് അത്ര മനസ്സിലായാൽ നിഷേധത്തിന്റെ വാക്കുകൾ കൊണ്ട്. ഉറൂറ് നിഷേധമാണ്, വഞ്ചന. വഞ്ചന കുഫ്റാണ്. വഞ്ചിക്കുക എന്ന് പറയുന്നത് നിഷേധമാണ്. നിഷേധം കാപ്പറ്റ്. അത് പറഞ്ഞല്ലോ, ശൈത്താനോട് പറഞ്ഞല്ലോ, വസ്തഫിസ് മനിത്തത്തായ കഴിയുന്നത്ര നീ പേപ്പിച്ചോ. വസ്തഫിസ് നീ പേപ്പിച്ചോ, കുഫറിലേക്ക് കൊണ്ടേക്കോ. മനിത്തത്തായ ശൈത്താനെ ആൾക്ക് കഴിയുന്നത്ര സൗത്തിക്കാൻ നിന്റെ ശബ്ദം കൊണ്ട്. അപ്പൊ സൗത്ത് എന്താണ്? തീരാണ്, അല്ലാതെ ഓളിടലല്ല. അപ്പൊ നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതെന്ന് പറഞ്ഞാൽ എന്താ? നബിയുടെ ദീനിന്റെ ദീന് പോകരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? നിന്റെ കാര്യം കൊണ്ട് തന്നെ നിന്റെ ദീനുകൊണ്ട് ഹൈനിക്കാൻ നിന്റെ ഭാവനകൾ കൊണ്ടു, അതും അവന്റെ ദീനാണ്. അപ്പൊ നീ നിന്റെ തത്വശാസ്ത്രം കൊണ്ടും നിന്റെ ദീന കൊണ്ടും നിന്റെ ദർശനങ്ങൾ കൊണ്ടും നിന്റെ ഏതേത് കാര്യങ്ങളുണ്ടോ അതുകൊണ്ടൊക്കെ ആളുകളെ പരമാവധി കുഫറിലേക്ക് നീ കൊണ്ടുപോയിക്കോ. വഇദുഹും, നീ അവർക്ക് വാഗ്ദാനവും ചെയ്തോ. വമാ യഅദു ശൈത്താനു, ശൈത്താൻ വാഗ്ദാനം ചെയ്യുന്നില്ല ഇല്ലാ ഗുറൂറ, കുഫറല്ലാതെ. ദൈവവചനങ്ങളുടെ നിഷേധമല്ലാതെ അവർ ജനങ്ങളോട് മറ്റൊന്നും പറയുന്നില്ല. മറ്റെന്താ അവർ പറയുന്നത്? ഖുർആനിന്റെ നിഷേധമല്ലാതെ അവർ ലോകത്തോട് വേറെ ഒന്നും പറയുന്നില്ല. എന്താ നിങ്ങൾ ഇന്നിത്ര മതി, പോരും, ഇന്നിത്ര മതി. കുറച്ച് ഏകദേശമൊക്കെ ബേസ് ആയിക്കണമെന്ന്. ഇനി നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, നിരവധി അനവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഇവിടെ നിന്നുകൊണ്ട് പഠിക്കുക, ഇവിടെ നിന്നുകൊണ്ട് പഠിക്കുക. നമ്മുടെ കൈ എന്ന് പറയുമ്പോൾ ഈ കൈ നിങ്ങൾ മനസ്സിലാക്കരുത്, ഒരു സ്ഥലത്തുമില്ല. കണ്ണെന്ന് പറയുമ്പോൾ ഈ കണ്ണ് മനസ്സിലാക്കരുത്. ഈ കണ്ണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കണ്ണ് കുത്തിയന്റെ കണ്ണുത്തിയാന്ന് വന്നത്. കണ്ണ് ഖുർആനാണ്. അത് ഞങ്ങൾ വേണ്ട ചർച്ച ചെയ്തു അല്ലേ? നീ നിന്റെ രക്ഷിതാവിന്റെ വിധിയിൽ ക്ഷമിച്ച്. അപ്പൊ ക്ഷമ എന്താന്ന് വെച്ചു നോക്കാം. ക്ഷമ ഈമാനാണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചു. എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന്ന് കിട്ടി. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി. അപ്പൊ ഈമാനിനെ മാറ്റി അവിടെ സബർ വെച്ചു. ഇതാരാ പറഞ്ഞത്? ഞാനല്ല, ഖുർആൻ. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ആ ആയത്തിനോട് മാറ്റിയിട്ട് വല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി. അപ്പൊ ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. മനസ്സിലായത്? അപ്പൊ സബർ എന്താണ്? പെണ്ണുങ്ങൾ എന്തു പറഞ്ഞാലും ക്ഷമിച്ചു ഉച്ചരിക്കലല്ല, സബർ ഈമാനാണ്. അടി എത്ര കിട്ടിയാലും കൊണ്ടാതിരിക്കലല്ല. ഖുർആൻ പറയുന്ന ക്ഷമ എന്ന് പറയുന്നത് ദൈവവചനങ്ങളുടെ ഉൾക്കൊള്ളലാണ്. അതാണ് ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ, വിധികൾ, നിയമങ്ങൾ അത് ഉൾക്കൊള്ളുക. ഫഇന്നക, കാരണം തീർച്ചയായും നീ ബിആയിനിന, എന്റെ കണ്ണിലാണ്, എന്റെ സന്ദേശങ്ങളിലാണ് നീ ജീവിക്കുന്നത് എന്നാണ് അർത്ഥം. നൂഹിനോട് പറഞ്ഞു ഫസ്നഇൽ ഫുൽക ബിആയിനിന. അല്ലാഹുവിന്റെ ദാസന്മാർ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ്, എന്റെ ദാസന്മാർ ഒരു കണ്ണിൽ നിന്ന് അവർ കുടിക്കും. ആ കണ്ണേതാ? മറിയമിനോട് പറഞ്ഞു കുലി വശ്റബി, ഈ ആശയം നീ ഉൾക്കൊള്ളുക. വഖറി, നീ കീഴ്പ്പെടുകയും ചെയ്യുക. ഐനൻ, കണ്ണിന് കീഴ്പ്പെടുക. വഖർന ഫീ ബുയൂതികുന്ന, അതുപോലെ നബിയുടെ അസ്വാദിനോട് അതന്നെ വഖറി ഐനൻ, ഈ ഐനിന് നീ കീഴ്പ്പെടുക. ഏതാണ് ഖുർആനിന്?
അപ്പൊ അൽ ഐനു ബിൽ ഐനി, കണ്ണിന് പകരം കണ്ണ്. ഖുർആനിക ദർശനത്തിന് പകരം മറ്റൊന്ന് വെക്കാനില്ല. അതല്ലാതെ കണ്ണുകുത്തിയവന്റെ കണ്ണുകുത്തിയാണല്ല. ചെവി, അൽ ഉദുനു ബിൽ ഉദുനി, ചെവി. വലഹും ആദാനുൻ, അവർക്ക് ചെവിയുണ്ട്. ലാ യസ്മഊന ബിഹാ ലാ യുഅ്മിനൂന എന്നാണ്. അവരുടെ അടുത്ത് അവരുടെ ദീനുണ്ട്. അതാണ് ചെവി എന്ന് പറയുന്നത്. അവർക്ക് ദീനുണ്ട് അവരുടെ കയ്യിൽ, പക്ഷേ ലാ യുഅ്മിനൂന ബിഹാ. യഖൂലൂന, അവർ പറയുന്നു, ഉദുനുൻ, ചെവി എന്ന് പറയുന്നു. ഏതാണ് ആ ചെവി? അപ്പൊ അതാണ്. അവർക്ക് കൈയുണ്ട്. ഞാൻ പറഞ്ഞു യദുല്ലാഹി ഫൗക അയ്ദീകും, അള്ളാഹുടെ ദീൻ നിങ്ങളുടെ ദീനിന്റെ അല്ല, അതിനേക്കാളൊക്കെ എത്രയോ അത്യുന്നതമാണ് അള്ളാഹുവിന്റെ ദീൻ. അതുകൊണ്ട് നിങ്ങളുടെ ദീൻ നിങ്ങൾ ക്ലീൻ ആക്കണം. ഫൗസിലു വുജൂഹക്കും വഅയ്ദിയക്കും, നിങ്ങളുടെ ദീൻ ക്ലീൻ ആക്കണം, പരിശുദ്ധമാക്കണം നിങ്ങളുടെ ദീൻ. കാരണം യദുല്ലാഹി ഫൗക അയ്ദീകും വദ്കുർ ഇബാദന ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. അവര് കണ്ണും കൈയുള്ള ആളുകളായിരുന്നു എന്നാണ്, അവര് ശക്തമായ ദീനുള്ളവരാളുകളായിരുന്നു അവരെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മകലൂലക്കൻ എല്ല് കുഫറാണ്, എല്ല് ചങ്ങല. നിന്റെ ദീനിനെ നീ കുഫറാക്കി മാറ്റരുത്. അതാണ് ലാതൊക്കെ മകലൂലക്കൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാൽ മാ കാന ലിനബിയ്യിൻ വലാ റസൂലിൻ, ഒരു നബിക്കോ ഒരു റസൂലിനോ പാടില്ല ഞാൻ അവർക്ക് വേദം കൊടുത്തിട്ട് അയ്യഹുല്ല, നിഷേധിക്കാൻ പാടില്ല. അതാണ് അയ്യഹുല്ല. അപ്പോ എല്ല് അഗ്ലാല് നിഷേധമാണ്. മാ കാന ലിനബിയ്യിൻ വലാ റസൂലിൻ, ഒരു റസൂലിനും ഒരു നബിക്കും പാടില്ല, ചെയ്യാവതല്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ അവർക്ക് വേദവും നീതിയും കൊടുത്ത ശേഷം, വേദവും തത്വജ്ഞാനവും കൊടുത്ത ശേഷം അയ്യഹുല്ല, എല്ല് പാടില്ല. എല്ല് പാടില്ല എന്ന് പറഞ്ഞാൽ കുഫ്ർ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. ഇത് പറഞ്ഞാൽ പിന്നെ ഇനി അങ്ങനെ പോകും. ഇതൊരു രസമുള്ള കാര്യമാണ്. ഇത് ഒരു തലക്കം ഒന്നൊന്നിനോട് ഇങ്ങനെ ഘടിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാൻ രസമാണ്. അതുകൊണ്ട് ഇത് നല്ല രസമാണ് ഈ ഖുർആൻ. ഞാൻ ഇങ്ങനെ പഠിച്ചവരെ ഇത്ര രസമുള്ള ഒരു സാധനം. ഒന്നൊന്നിനോട് ഇങ്ങനെ 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 മണികൾ ഇങ്ങനെ കോർത്ത് പോകാൻ നല്ല സുഖം. അറബിയൊന്നും അറിയണ്ട. ഇത് അറബിയൊന്നല്ല, ഇത് ചിലർ വെച്ചു അറബി ഭാഷയിലാ ഖുർആൻ. ഞാൻ പറഞ്ഞു ഇത് മനുഷ്യന്റെ ഭാഷയിലാ ഖുർആൻ. അറബി എന്ന് പറഞ്ഞാൽ ഫസീഹ് എന്നാണ് അർത്ഥം, അറബി ഭാഷയല്ല. ഹുക്മൻ അറബിയൻ എന്നാണ് പറഞ്ഞത്. ഹുക്മൻ അറബിയൻ വഖദ് അൻസൽനാഹു ഹുക്മൻ അറബിയൻ, വ്യക്തമായ നിയമസംഹിതകൾ അടങ്ങിയ ഗ്രന്ഥമാണിത്. അല്ലാതെ അറബി നിയമങ്ങൾ എന്നല്ല. വഖദ് അൻസൽനാഹു, നിനക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് ഹുക്മൻ അറബിയൻ, ഹുക്മൻ അറബിയൻ. അറബിയുടെ നിയമം എന്നല്ല, വ്യക്തമായ. അറബി എന്ന് പറഞ്ഞ ഖുർആൻ എന്നാണ്. അറബി എന്ന് പറഞ്ഞ ഖുർആൻ എന്നാണ് അർത്ഥം. അതെ, ഖുർആൻ എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആൻ അറബി എന്നുണ്ട്, ഖുർആൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹുക്മൻ അറബിയൻ, ഹുക്മൻ ഖുർആനി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായത്? ഇത് അറബി ഭാഷ, ഇത് മനുഷ്യ മനസ്സിന്റെ ഭാഷയാണ്. ഇത് ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണൂല. ഹബിൽ നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കയറുന്നേ കാണുള്ളൂ. കറിയത്തിന് നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ ഗ്രാമെന്നേ കാണുള്ളൂ. പക്ഷെ മനുഷ്യ മനസ്സാണ് കറിയത്ത്. ഭൂത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മീനിനെ കാണുള്ളൂ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ. പക്ഷെ ദീനാണത്. ഏതൊന്നും ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കയ്യിനെ കാണുള്ളൂ. പക്ഷെ ഖുർആന്റെ ദീനാണ്. കഥമെന്ന് പറഞ്ഞാൽ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കാൽപാദനെ കാണുള്ളൂ. പക്ഷെ ദീനാണ് കഥമത്തിൽ. ഇത് ഡിക്ഷണറി എടുത്ത് നോക്കിയിട്ട് കാര്യമല്ല. ഇനി ഏതെങ്കിലും തഫ്സീർ വേണോ? വേണ്ട. ഏതെങ്കിലും ഹദീസ് കിതാബ് വേണോ? വേണ്ട. പിന്നത് മനസ്സിലാക്കാൻ എന്താ വേണ്ടത്? നിങ്ങൾക്കുള്ള സാമാന്യ ബുദ്ധി ഈ ഖുർആൻ മാത്രം മതി. വേറൊന്നും ഇത് മനസ്സിലാക്കാൻ വേണ്ട.
അപ്പൊ ഹുക്കുമൻ അറബി എന്ന് പറഞ്ഞിട്ടത് അജമി എന്ന അറബി എന്ന് لتنذر قوما الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا ഇവജില്ലാത്ത അറബി, വക്രതയില്ലാത്ത വളവില്ലാത്ത വ്യക്തമായ വായനയാണ് ഖുർആൻ. അതാണ് ഹുക്കുമൻ അറബി എന്നീ ഖൗമിൻ യുഅ്മിനൂൻ. വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതങ്ങനെ ഇനി നമ്മുടെ തീറ്റയും കൂടിയൊക്കെ വരുന്നുണ്ട്. വിശപ്പ്, ദാഹം, പട്ടിണി, അത് ഞങ്ങള് പിന്നെ സംസാരിക്കാം. അപ്പൊ ഖുർആൻ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഖുർആന് നിങ്ങൾ വേറെ ഒരു ഗ്രന്ഥന്റെ സഹോദരങ്ങൾ വേറെ ഒന്നിനെ ആശ്രയിക്കാൻ നിങ്ങൾ ഖുർആൻ പഠിക്കും. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുമ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഈ ഓരോ ഇതിപ്പോ ഒരു സംശയമാണ്, എന്തിനിങ്ങനെ വ്യത്യസ്തമായ പേരുകൾ, അതും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെന്തിനു തന്നെ കഥമ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒന്നാണ്. അവന്റെ കാൽപാദം സ്റ്റഡിയായിട്ട് നിൽക്കാനുള്ളത്. ആ ഉറച്ചു നിൽക്കാനുള്ള കാൽപാദം പോലെ ഇവന്റെ ആശയമായി തീരണം, ഖുർആനായി തീരണം. ഇവന്റെ താങ്ങും തണലും ഇവന്റെ പ്രവർത്തന മേഖലകളെയും മുഴുവൻ സ്വാധീനിക്കുന്നത് അവന്റെ കൈയാണ്. അപ്പോ അവന്റെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ ഏതൊക്കെ അവന്റെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ഈ ദീൻ അവന്റെ കൈയായി മാറണം. അവന്റെ കൈയായി ഈ ദീൻ മാറണം. ഇതിങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് മൗലവി ചോദിച്ചു, എന്തിനാ മാവ് എന്ന് പറയുന്നത്? പരിശുദ്ധമാക്കാൻ, അഴുക്കുകളെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അതുകൊണ്ട് കുഫറിന്റെയും ശിർക്കിന്റെയും ആശയങ്ങളെ മുഴുവൻ പരിശുദ്ധമാക്കി വെക്കാനുള്ള ഒരു ദിവ്യമായ ആശയം എന്നുള്ള നിലക്ക് ഈ ഖുർആനിനെ മാ എന്ന് ഖുർആൻ പറഞ്ഞു. സമായിൽ നിന്ന് ഇറങ്ങുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഖുർആനാണ്. മനസ്സിലായങ്ങൾക്ക്? സമായിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഖുർആനാണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. അൻസൽനൽ ഹദീദ, ഇരുമ്പ് ഇറക്കി നന്നായി അൽ ഹദീദ് ഖുർആനാണ്. എന്തിനാന്ന് പറഞ്ഞ യഖൂമന്നാസബിൽ കിസ്തി എന്ന് പറഞ്ഞാൽ തന്നെ നീ പറയണ്ടല്ലോ. അപ്പൊ മിനസ്സമായി എന്ന് കണ്ടതുണ്ടോ അതിന് ശേഷം പറയുന്ന വസ്തു എന്തുണ്ടോ അത് ദിവ്യമായ ആശയങ്ങളാണ്. മിനസ്സമായിൽ നിന്ന് വരുന്നത്, മിനസ്സമായി നിന്ന് വരുന്നതൊക്കെ. അപ്പോ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. അല്ലാഹു